Yes. Hello all. Welcome to 90 plus Double Power Tuition's world's first learning assured model. My name is Anakha Girishan and I am your chemistry tutor. Yes. Good evening. എല്ലാവർക്കും good evening. Yes. Yes, Saurav. Yes. പഠിച്ചോ എല്ലാരും? ഇത് നമ്മുടെ വർക്ക്ഔട്ട് സെഷൻ ആണ്. യെസ്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടോ? ലൈക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ കേറാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാരും ക്യാമറ ഒന്ന് ഓൺ ആക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇത് സ്ട്രെങ്ത് കുറവാണല്ലോ, എല്ലാരും ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ തോന്നുന്നുണ്ട്. യെസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? ഇന്നലെ നമ്മുടെ എന്തായിരുന്നു ഡേ വണ്ണില് നമ്മൾ എങ്ങനെയാണ് 90 പ്ലസിൽ ഡബിൾ പാർട്ട് ട്യൂഷൻസ് റൺ ചെയ്യുന്നത്? പുതിയതായിട്ട് ജോയിൻ ചെയ്തവരോട് പറയാണ്, ഇന്നലെ ഓൾറെഡി ഒരു കൺസെപ്റ്റ് സെഷൻ കഴിഞ്ഞതാണ്. എങ്ങനെയാണ് നമുക്ക് ഓരോ ഡേ എന്ന് പറയുന്നത് 2 ദിവസം ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് നല്ല രീതിയിൽ ഒരു ടോപ്പിക് നമ്മൾ എടുത്ത് ആ ഒരു ടോപ്പിക് ക്ലിയർ ആക്കി തരും. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് വുഡ് ബി എ വർക്ക്ഔട്ട് സെഷൻ. ഓക്കെ, വർക്ക്ഔട്ട് സെഷനിൽ എന്താ ചെയ്യുന്നുണ്ടാവുക? നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇന്നലെ പഠിപ്പിച്ചത് ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഒന്ന് റിവൈസ് ആയി കിട്ടും മൈൻഡിൽ. എന്നിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യും. അതിൽ നമ്മളെ ക്ലാസ്സിലുള്ളതെന്ന് ഞാൻ റാൻഡം ആയിട്ട് ആരെ വേണമെങ്കിൽ പിക്ക് ചെയ്യാം. അവരായിരിക്കണം ആൻസർ പറയേണ്ടത്. ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ല, നമ്മൾ റെക്ടിഫൈ ചെയ്യണം. ഓക്കെ, സുഖം. ഓക്കെ, സൗരവിന് സുഖമാണ്. ഓക്കെ, യെസ് യെസ്. ബാക്കി എല്ലാരും എവിടെ? ജോയിൻ ആയി വരുന്നുണ്ട്. ഇന്നലെ പഠിപ്പിച്ചത് ഒന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആക്കുക. ഇന്ന് നമ്മൾ കൺസെപ്റ്റ് ഒന്നും കൂടി റീക്യാപ്പ് ചെയ്തിട്ട് വർക്ക്ഔട്ട് സെഷനിലോട്ട് കിടക്കും. അപ്പൊ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ആക്കിയിരിക്കണം. എന്നാലേ നമുക്ക് പിന്നെ നെക്സ്റ്റ് ഡേ 2 കിടക്കുമ്പോൾ നമ്മൾ പിന്നെ ഇത് ഇന്ന് പഠിച്ചതൊന്നും ആയിരിക്കില്ല, വേറൊരു സെറ്റ് ആയിരിക്കും പഠിക്കുക. പിന്നെ അതിന്റെ വർക്ക്ഔട്ട് ആ ഒരു പാറ്റേണിലാണ് കേട്ടോ പോണേ. പഠിക്കാൻ തുടങ്ങി. വെരി ഗുഡ്, വെരി ഗുഡ്. പഠിപ്പിക്കാൻ തുടങ്ങി, സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ അല്ലെ? ഫൈൻ. ഐ തിങ്ക് നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോ? എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടോ ആർക്കേൽക്കും? ക്ലൈമറ്റിന്റെ കാരണം അത് കുറെ പേര് ഐ തിങ്ക് ജോയിൻ ആയി വരുന്നേ ഉള്ളൂ. ഇന്നലെ ഇതിലും സ്പീഡിൽ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അൽവീന ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എന്ത് പറ്റി? ആരാ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള? യെസ്, നിയാൽ. യെസ്, അൺമ്യൂട്ട് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ നിയാൽ വിനോദ്. ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാട്ടോ. അപ്പൊ മിസ് അൺമ്യൂട്ട് ആക്കി തരേ. ഓക്കെ, അൽഗീനൊക്കെ ഓക്കെ ആയിരുന്നില്ലേ? റെക്കോർഡഡ് സെഷൻ കണ്ടിരുന്നോ? ഇനിയിപ്പോ റെക്കോർഡഡ് സെഷൻ കണ്ടവർക്ക് ഒരു റിവിഷൻ ആണ്. ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഒരു റിവിഷൻ ആണ്. അല്ലാതെ ഓക്കെ, എല്ലാവർക്കും മഴ ഉണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടോ? നിങ്ങൾ മാക്സിമം റേഞ്ച് ഉള്ളിടത്തൊക്കെ പോയിരിക്കുക കേട്ടോ. ഓക്കെ, ഇന്നലെ കാണാൻ പറ്റാത്തവര് റെക്കോർഡഡ് സെഷൻ കണ്ടു വിചാരിക്കുന്നു. പിന്നെ ഇന്നലെ ഡെയിലി എക്സാമിൽ മിസ് എല്ലാവരുടെയും മാർക്ക് കണ്ടിരുന്നു, അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും. നല്ല മാർക്ക് ഉണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറെ പേർക്ക് ഫുൾ മാർക്ക് ഉണ്ട്, ചിലർക്ക് ഒന്നോ രണ്ടോ മാർക്ക് പോയിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഡേ 2 ഇതുപോലെ നമ്മൾ ഒരു ഡെയിലി എക്സാം നടത്തും കോൺസെപ്റ്റ് സെഷനിൽ. അതിൽ നിങ്ങൾ എല്ലാവരും 10 ഔട്ട് ഓഫ് 10 മേടിക്കാൻ നോക്കാം. കുറെ പേര് മേടിച്ചിട്ടുണ്ട്, ചിലർക്ക് ചെറിയ മിസ്റ്റേക്സ് വഴി മാർക്ക് പോയിട്ടുണ്ട്. അടുത്ത വട്ടം നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് റീക്യാപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചാറ്റ് ബോക്സിൽ ചോദിക്കുക. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ മിസ് അൺമ്യൂട്ട് ചെയ്ത് തരാം. ഓക്കെ, എന്തെങ്കിലും ഓക്കെ, ആർക്കും ഇഷ്യൂസ് ഇല്ല. എന്താണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? മാറ്റർ എന്താണ് എന്ന് പഠിച്ചിരുന്നു അല്ലെ? എന്തായിരുന്നു മാറ്ററിന്റെ ഡെഫിനിഷൻ?
എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഒക്യുപ്പൈ സ്പേസ്. ഡെഫിനിഷൻ അങ്ങനെ തന്നെ പഠിക്കണം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ എന്ത് ചെയ്യാ, നിങ്ങൾ പഠിക്കുന്ന പോലെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്തേ. നിങ്ങളുടെ സ്ക്രീനിൽ എല്ലാത്തിന്റെയും ഡെഫിനിഷൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളും എന്റെ കൂടെ ഒന്ന് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് എന്താ മൈൻഡിലിരിക്കും. അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഒക്യുപ്പൈ സ്പേസ് ഇസ് വാട്ട് വി കോൾ ആസ് മാറ്റർ. ഓക്കെ, ഇന്ന് എക്സാം അല്ല, ഇന്ന് നമ്മൾ ഇതൊന്ന് റീക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സോൾവ് ചെയ്യും. മീൻസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യും. അതിൽ നിങ്ങൾക്കായിരിക്കും ആൻസർ പറയാനുള്ള ചാൻസ് തരാം. കറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് റെക്ടിഫൈ ചെയ്യും. ഓക്കെ, ആപ്പ് ത്രൂ അല്ല, നമ്മൾ PPT ത്രൂ ആണ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, യെസ്. പിന്നെ മാറ്ററിൽ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്. ഏതൊക്കെയാണ്? സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. നമ്മൾ ആ സോളിഡ് ലിക്വിഡ് ഗ്യാസസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് സോളിഡ് ലിക്വിഡ് ഗ്യാസിന്റെ ഉള്ളിൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്? സോളിഡില് പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്തടുത്തായിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോണ്ടിങ് ഉണ്ടായിരിക്കും അവർ തമ്മിൽ. അവരുടെ ഇടയിൽ അധികം ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല. അത് കാരണം അവരുടെ ഷേപ്പ് എന്താ, ഫിക്സ്ഡ് ആണ്. പക്ഷെ ലിക്വിഡിൽ അങ്ങനെയല്ല. കണ്ടോ, ഈ പിക്ചർ നോക്കി, ഇവിടെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ വേണമെങ്കിൽ ആർക്കെങ്കിലും പോയി ഇരിക്കാൻ പറ്റും. അത് കാരണമാണ് നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള എന്ത് നോക്കുമ്പോൾ അത് ഏത് കണ്ടെയ്നറിലാണ് നമ്മൾ എടുക്കുന്നത്, ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് എടുക്കുന്നത് എന്തുകൊണ്ടാ? പാർട്ടിക്കിൾസ് കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കരമായിട്ട് പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഇന്റർ മോളിക്കുലാർ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അങ്ങനെ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്റർ മോളിക്കുലാർ ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ആരിലായിരിക്കും? പറയാൻ പറ്റുമോ? ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് യെസ്, അനോഹ പറഞ്ഞു, സൗരവ് പറഞ്ഞു, യെസ്, ജുവൽ, യെസ്, വെരി ഗുഡ്, അൽഫോൺസ്, യെസ്. എന്താണ് അറിയോ ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? ആ പേരിൽ കണ്ടോ, അട്രാക്ഷൻ. അട്രാക്ഷൻ ഉള്ളവരല്ലേ ഏറ്റവും അടുത്തടുത്ത്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിട്ട് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും. അപ്പൊ ഏതിലാണ് പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നത്? സോളിഡ്സില്. അപ്പൊ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കുക. ദൂരെ ഉള്ളവർക്ക് വലിയ അട്രാക്ഷൻ ഇല്ല. അതാണ് ഗ്യാസുകളിൽ എന്തില്ല, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ക്ലിയർ ആയല്ലോ. എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് വിത്ത് ദർ സെപ്പറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ആൽഡ്രിൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? കേറാൻ പറ്റിയില്ലേ? ആരാണത് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്? പോയോ? ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയും 3 സ്റ്റേറ്റ്. ജസ്റ്റ് മനസ്സിലാക്കുക അതിൽ എന്തൊക്കെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കുക. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ സോളിഡ്സിൽ, ഏറ്റവും കുറവ് ഗ്യാസില്. സ്പേസ് ഏറ്റവും കൂടുതൽ ആരുടെ ഇടയിലായിരിക്കും? പാർട്ടിക്കിൾസിന്റെ ഇടയിൽ, ഗ്യാസിലായിരിക്കും. ഏറ്റവും കുറവ് സോളിഡിലായിരിക്കും. ലിക്വിഡ് എന്ന് പറയുന്ന ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കോമ്പൗണ്ട്സ് എലമെന്റ്സ് കാണുന്നില്ല. ഓക്കെ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതുമ്മ ബേസിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോമ്പൗണ്ട് എലമെന്റ് മെയിൻ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്താന്നില്ലേ? ആരോ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് ഇന്ന് കിട്ടിയാല് കോമ്പൗണ്ട് എലമെന്റ്സ് ഇല്ലാന്ന്. അതൊന്ന് പറഞ്ഞേ. പക്ഷെ മാറ്ററിന്റെ പൊതുവെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ കോമ്പൗണ്ട് എലമെന്റ്സ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഹയർ ലെവലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല എന്താണ് ഇവർ തമ്മിലുള്ള പ്യുവർ സബ്സ്റ്റൻസ് ഇല്ല. ചിലവർ പറയുന്നുണ്ട് പ്യുവർ സബ്സ്റ്റൻസ് പഠിപ്പിക്കുന്നുണ്ട് എന്ന്, ചിലവർ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും പഠിപ്പിക്കാം. നിങ്ങൾ എന്തായാലും ജസ്റ്റ് അറിഞ്ഞു വെച്ചോളൂ. ബിക്കോസ് എന്തായാലും ഷുവർ ആയിട്ടും നിങ്ങളുടെ ഹയർ ലെവലിൽ വേണം. ചിലവർക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്, അപ്പൊ നമുക്ക് ചിലവർക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അപ്പൊ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ബേസിക് ആണ്, കെമിസ്ട്രിയിൽ അറിയേണ്ട സംഭവമാണ്. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പൊ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ അവരെ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമേ അതിൽ ഉണ്ടായിരിക്കുള്ളൂ. ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമേ പ്രസന്റ് ആയിരിക്കുള്ളൂ. പിന്നെ എന്താ പറഞ്ഞത്? ഡെഫിനൈറ്റ് കോമ്പോസിഷൻ ആയിരിക്കും പ്യുവർ സബ്സ്റ്റൻസിൽ ഉണ്ടായിരിക്കുക. ഫിസിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. ഫിസിക്കൽ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്ത് നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. വി കാൺ സെപ്പറേറ്റ് ദം. ഇതൊക്കെയാണ് പ്യുവർ സബ്സ്റ്റൻസിന്റെ പോയിന്റ്സ്. പ്യുവർ സബ്സ്റ്റൻസ് ആർ ഓഫ് 2 ടൈപ്പ്. ഏതൊക്കെയാണ്? എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എന്താണ് എലമെന്റ്, എന്താണ് കോമ്പൗണ്ട്? റിവൈസ് ചെയ്യണം കേട്ടോ എന്റെ കൂടെ, ഞാൻ പറയണതിന്റെ കൂടെ. എലമെന്റ്സ് എന്താണ്?
Element is a basic form of matter that cannot be broken down into simpler substance by chemical reaction. അല്ലെ? എക്സാമ്പിൾസ് ഏതാണ്? ഏത് മെറ്റൽസോ നോൺ മെറ്റൽസോ മെറ്റലോയിഡ്സോ നമുക്ക് പറയാം. അയൺ, കോപ്പർ, സിങ്ക്, സോഡിയം, ഏത് വേണമെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന ഏതൊരു എലമെന്റിനെ നമുക്ക് എലമെന്റ്സിന്റെ എക്സാമ്പിളിൽ പറയാം. അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? വി കാൺ ബ്രോക്ക് ദം ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസ് ബൈ എനി കെമിക്കൽ റിയാക്ഷൻ. അത് ഫർദർ ബ്രോക്ക് ആവില്ല. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൗണ്ട് ഇസ് എ സബ്സ്റ്റൻസ് കമ്പോസ്ഡ് ഓഫ് 2 or more elements. രണ്ടോ രണ്ടിൽ കൂടുതലോ എലമെന്റ്സ് കമ്പൈൻ ചെയ്യും വിത്ത് വൺ അനദർ ഇൻ എ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ. ഞാൻ കഴിഞ്ഞാലും പറഞ്ഞു, ചിലർക്ക് കഴിഞ്ഞാൽ ഡെയിലി എക്സാമിൽ മാർക്ക് പോയ ഒരു കാര്യമാണ്. ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കോമ്പൗണ്ട്സില് എലമെന്റ്സ് കമ്പൈൻ ചെയ്തിരിക്കും ബട്ട് ഇൻ എ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ. അങ്ങനത്തെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പൗണ്ട്സ് എന്ന് പറയാം. ചിലര് ആദിത്യൻ, ആദർശ് പുതിയതാണോ ഇന്നത്തെ ക്ലാസ്സില്? ഒന്ന് പറയണേ. ന്യൂ ജോയിനീസ് ഉണ്ടോ? എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് വിത്ത് ദർ സെപ്പറേഷൻ അല്ല, ഓക്കെ, എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് വിത്ത് ദർ സെപ്പറേഷൻ ആണ് കേട്ടോ ചാപ്റ്ററിന്റെ നെയിം. അപ്പൊ കോമ്പൗണ്ട്സും എലമെന്റ്സും ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മുടെ എലമെന്റ് കോപ്പർ, പിന്നെ ഇതാ അലുമിനിയം, ഇതൊക്കെ എലമെന്റ്സ് ആണ്. ഇവരെ നമുക്ക് സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് ബ്രോക്ക് ചെയ്യാൻ പറ്റില്ല. കോമ്പൗണ്ട്സിൽ ഏതാണ്? വാട്ടർ ഒരു കോമ്പൗണ്ട് ആണ്. വാട്ടറിൽ നിങ്ങൾക്ക് എന്താണ് കോമ്പൗണ്ടിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 or more elements അല്ലെ? 2 or more elements എന്ന് പറയുമ്പോൾ വാട്ടറിൽ ഇറ്റ് ഹാസ് ഹൈഡ്രജൻ എലമെന്റ് ആൻഡ് ഓൾസോ ഓക്സിജൻ എലമെന്റ്. ഇങ്ങനെ 2 ഡിഫറെന്റ് എലമെന്റ്സ് ഉണ്ട്. ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ. അവരൊരു കെമിക്കൽ ബോണ്ടിങ് വഴി നിൽക്കുന്നതാണ്. അപ്പൊ എന്താണ്? ഇതൊരു കോമ്പൗണ്ട് ആണ്. സിമിലർലി വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഇറ്റ് ഹാസ് 2 ഡിഫറെന്റ് എലമെന്റ്സ്, ഒന്ന് കാർബൺ, ഒന്ന് ഓക്സിജൻ. അതൊരു ഫിക്സ്ഡ് പ്രൊപ്പോർഷനിലാണ്. ഇതൊരു കോമ്പൗണ്ട് ആണ്. പിന്നെ ഏതാണ്? NaCl. NaCl കൺസിസ്റ്റ് ഓഫ് 2 എലമെന്റ്സ്, ഒന്ന് സോഡിയം, പിന്നെ ഒന്ന് ക്ലോറിൻ. ഇതൊക്കെ നിങ്ങൾക്ക് സ്പീഡ് ഓക്കെ അല്ലേ? ബിക്കോസ് നമ്മൾ ഇത് ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതല്ലേ. ചിലവർക്ക് ടെക്സ്റ്റ് ബുക്ക് ഇന്നാണല്ലേ കിട്ടിയത്. ഓക്കെ, യെസ്. പിന്നെന്താണ്? മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു മാറ്റർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 ഗ്രൂപ്സ്. വൺ ഇസ് പ്യുവർ സബ്സ്റ്റൻസസ്, അതർ ഈസ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസിൽ നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എലമെന്റ്സ് മീൻസ് ദോസ് വിച്ച് കാൺ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ് അല്ലെ? അതിനെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 or more എലമെന്റ്സ് കമ്പൈൻഡ് ആയിരിക്കും ഇൻ എ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ. അതാണ് കോമ്പൗണ്ട്സ്. എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ കിടക്കുന്നത് മിക്സ്ചേഴ്സിലോട്ടാണ്. മിക്സ്ചേഴ്സിൽ എന്തൊക്കെ വരും? ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന എന്താണ് ഹോമോജീനിയസ്, എന്താണ് ഹെട്രോജീനിയസ് എന്ന് നോക്കാം. ചിലവർക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. നിങ്ങൾ ഒന്ന് കേട്ടിരിക്കുക, ടെക്സ്റ്റ് കിട്ടുമ്പോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ മിക്സ്ചേഴ്സിൽ എന്താണ്? മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ കൈൻഡ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്. ഒന്നിൽ കൂടുതൽ പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അത് എന്തായിരിക്കില്ല? ഫിക്സ്ഡ് പ്രൊപ്പോർഷനിലായിരിക്കില്ല. എനി പ്രൊപ്പോർഷനിൽ അത് അറേഞ്ച്ഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇന്നലെ മിക്സ്ചറിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഈ കമ്പാരിസൺ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മിക്സ്ചേഴ്സ് ആൻഡ് കോമ്പൗണ്ട്സിന്റെ ഡിഫറൻസ് എന്താണ്? മിക്സ്ചേഴ്സിലെ സബ്സ്റ്റൻസസ് ആർ ജസ്റ്റ് മിക്സ്ഡ് ഫോമിങ് മിക്സ്ചർ അല്ലെ? റാൻഡം ആയിട്ട് ഏതൊരു പ്രൊപ്പോർഷനിലും നമ്മൾ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് മിക്സ്ചേഴ്സ് ആണ്. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്റ്സ് കമ്പൈൻ കെമിക്കലി ടു ഫോം എ ന്യൂ കോമ്പൗണ്ട്. ബിക്കോസ് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് ആൻഡ് കെമിക്കൽ ബോണ്ട് ഉണ്ടായിരിക്കും ആ കോമ്പൗണ്ടിൽ. അങ്ങനത്തെ മാത്രമേ നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയുള്ളൂ. മിക്സ്ചേഴ്സ് ഹാസ് വേരിയബിൾ കോമ്പോസിഷൻ അല്ലെ? അതിലുള്ള എലമെന്റ്സുകൾ വേരിയിങ് കോമ്പോസിഷനിലായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കില്ല. ഇവിടെ എന്തായിരിക്കും? കോമ്പോസിഷൻ വിൽ ബി ഫിക്സ്ഡ്. പോയിന്റ്സ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെന്താ? മിക്സ്ചേഴ്സിൽ കോൺസ്റ്റന്റ് റീറ്റെയിൻ ദയർ പ്രോപ്പർട്ടി. നമ്മൾ ആഡ് ചെയ്യുന്ന എന്തൊക്കെയാണോ എലിമെന്റ്സ് ആഡ് ചെയ്യുന്നത് അതിനെയാണ് കോൺസ്റ്റന്റ്സ് എന്ന് പറയുന്നത്. അത് അവരുടെ പ്രോപ്പർട്ടി അങ്ങനെ തന്നെ വെക്കും, അത് ലൂസ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട്സ് ദേ ലോസ് ദയർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് അല്ലെ? പിന്നെ മിക്സ്ചേഴ്സിനെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്കൽ മെത്തേഡ്സ് വെച്ച് വി ക്യാൻ സെപ്പറേറ്റ്. ബട്ട് ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട്സ് വി കൻ നോട്ട് സെപ്പറേറ്റ് ദം ബൈ സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്സ്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഇതുവരെ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? മിക്സ്ചേഴ്സ് എന്താന്നുള്ളത് കാണിക്കാം. മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് പ്രസന്റ് ആയിരിക്കാം. ബട്ട് ദേ ആർ ലൈക്ക് ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷനിൽ അല്ലായിരിക്കും. അതുപോലെ കെമിക്കൽ ബോണ്ടിങ് ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് നമ്മൾ നോർമലി മിക്സ് ചെയ്ത് വെക്കുകയാണ്.
ഓക്കെ, അതിന്റെ വേണമെങ്കിൽ ഈ ഡെഫിനിഷൻ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് എടുക്കാൻ. സബ്സ്റ്റൻസസ് വിച്ച് വി ജസ്റ്റ് മിക്സ് ടു ഫോം എ മിക്സ്ചർ, അതിനെയാണ് മിക്സ്ചർ എന്ന് പറയുന്നുള്ളൂ. കോമ്പൗണ്ട് ആയിരിക്കും ഡെഫിനിഷൻ പിന്നെയും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ്. പക്ഷെ ചിലവർക്ക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് പഠിക്കാനില്ല എന്ന് പറയുന്നു. പക്ഷെ പഠിക്കാനുള്ളവർക്ക് കോമ്പൗണ്ടിന്റെ ഡെഫിനിഷൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. മിക്സ്ചേഴ്സ് എന്താണെന്ന് ചോദിക്കില്ല. അതിന് പകരം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് വാട്ട് ഈസ് ഹോമോജീനിയസ് മിക്സ്ചർ, വാട്ട് ഈസ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഞാൻ പോസിബിലിറ്റി ആണ് കേട്ടോ പറയണേ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, ഒന്നും സ്കിപ്പ് ആക്കണം എന്നല്ല പറയണേ. ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് വാട്ട് ഈസ് ഹോമോജീനിയസ്, ഹെട്രോജീനിയസ്. കോമ്പൗണ്ടിന്റെ കേസിലായിരിക്കും കുറച്ചും കൂടി ഈ രണ്ട് കമ്പാരിസണിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്. ഓക്കെ, ഡൗട്ട് ഉള്ളവരൊക്കെ ചാറ്റ് ബോക്സിൽ ഇടണേ. പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ബിക്കോസ് ടെക്സ്റ്റിൽ ചിലർക്ക് ഇല്ല എന്നാലും പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. മാറ്ററിനെ നമ്മൾ ശരിക്കും ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക. അതിലത്തെ ഒരു ഭാഗം നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും എലമെന്റും കോമ്പൗണ്ടും എന്താണെന്ന് അറിയാണ്ടായിരിക്കും നിങ്ങൾ മുന്നിലോട്ട് പോവുക. അപ്പൊ ശരിക്കും അത് ശരിക്കും ബേസ് ആണ്. എലമെന്റ് എന്താണ്, കോമ്പൗണ്ട്. നിങ്ങൾ ഹയർ ലെവലില് H2O എലമെന്റ് ആണോ കോമ്പൗണ്ടോ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അതെന്തായാലും ടെക്സ്റ്റിൽ ഇല്ലെങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ചിലവർക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്. മിക്സ്ചേഴ്സിനെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നലത്തെ പോലെ ഉഷാറില്ലല്ലോ, എല്ലാരും ഭയങ്കര സൈലന്റ് ആയല്ലോ. റിവിഷൻ ആയതുകൊണ്ടാണോ? ഇന്നലെ എല്ലാരും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ ചാറ്റ് ബോക്സിൽ. സ്കൂളൊക്കെ കഴിഞ്ഞ് ടയേർഡ് ആയിട്ട് വന്നിരിക്കുകയാണോ എല്ലാരും? ഓക്കെ, ലേറ്റ് ആയി. ഓക്കെ, ഓക്കെ. എല്ലാരും കറക്റ്റ് ടൈമിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും റിവിഷൻ ഭാഗം സ്കിപ്പ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, യെസ് വൈദേഹി, യെസ്, ഹായ്. ഓക്കെ, സ്കൂളൊക്കെ തുടങ്ങി നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് ക്ലാസ് ആയതിന്റെ ആണോ എല്ലാരും ടയേർഡ് ആയത്? ഇന്നലെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ. അതോ റിവിഷൻ ആയിട്ടാണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, യെസ്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിന്റെയും ഇത് കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ടയേർഡ് ആണെന്ന് പറയണ്ടേ ചിലവര്. ടയേർഡ് അല്ല. ഓക്കെ, ഓക്കെ, യെസ്. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും ഉണ്ട്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോം എന്ന് പറയുന്ന വേർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരും എന്നാണ് നിങ്ങളോട് പറയുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ ചിലപ്പോൾ ഇപ്പൊ ഇന്നലെ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു ഈ PPT-യിൽ തന്നെ. നിങ്ങളോട് ഏതാണ് എലമെന്റ്, ഏതാണ് ഹോമോജീനിയസ്, ഹെട്രോജീനിയസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോജീനിയസ്, ഹെട്രോജീനിയസ് എന്ന് ചോദിക്കാം. ഇങ്ങനത്തെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എക്സാമ്പിൾസും നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തൊക്കെ നിങ്ങൾക്ക് എക്സാം അല്ല, നമ്മള് ഒരുമിച്ച് ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സോൾവ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡിഫറെന്റ് സബ്സ്റ്റൻസുകളെ റാൻഡം പ്രൊപ്പോർഷനിൽ അല്ലെങ്കിൽ വേരിയബിൾ കോമ്പോസിഷനിൽ മിക്സ് ചെയ്യാണ്. ഇപ്പൊ നമ്മള് ടീയോ കോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഫുഡ് കുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീട്ടിലും അവരവരുടെ ഇഷ്ടമുള്ള എമൗണ്ടിലാണ് ഇടുക. ചിലവർക്ക് എരിവ് പറ്റും, ചിലവർക്ക് എന്താ അധികം സ്പൈസ് ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് അല്ലെ. പല പല രീതിയിൽ റേഷ്യോയിലായിരിക്കും നമ്മൾ ഇടുക. മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് അതാണ്. ഡിഫറെന്റ് കോമ്പണൻസുകളെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ആഡ് ചെയ്ത് അങ്ങ് മിക്സ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആപ്പ് വഴിയുള്ള എക്സാം ഇല്ല. നമ്മൾ ഒരു വർക്ക് ഔട്ട് പോലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് പഠിച്ചതിന്റെ ബേസിൽ നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, അതിൽ റാൻഡം ആയിട്ട് ആരെങ്കിലും വിളിക്കും, നിങ്ങളായിരിക്കണം ആൻസർ പറയണ്ടേ. നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് ടൈം തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കിയിട്ട് വേണമെങ്കിൽ അത് വായിച്ചാലും മതി എന്റെ അടുത്ത്. ഓക്കെ, യെസ്. ബിക്കോസ് ചില ക്വസ്റ്റ്യൻ ഒക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നോട്ട്ബുക്കിലായി നിങ്ങൾക്ക് അവിടെ വെക്കാൻ വല്ല ബുക്ക് എന്തെങ്കിലും നിങ്ങളായിട്ട് ജസ്റ്റ് ഒരു സെന്റൻസ് എഴുതിയിട്ട് എനിക്ക് വായിച്ച് കേൾപ്പിച്ചാലും മതി. അതിനുള്ള ടൈം ഞാൻ തരാം. ഓക്കെ, അപ്പൊ എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഉപ്പിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോൾട്ട് എന്ന് പറയുന്നത് യൂണിഫോംലി വാട്ടറിൽ എന്തായി, ഡിസോൾവ് ആയി അല്ലെ. അതിനെയാണ് ഹോമോജീനിയസ്. ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സാൻഡ് ആൻഡ് വാട്ടർ എക്സാമ്പിൾ ആണ്. നമുക്ക് സാൻഡ് താഴെ സെറ്റിൽ ഡൗൺ ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും. ആ രണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് നമുക്ക് വിസിബിളി അവരുടെ സെപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് മീൻസ് ദി കോൺസ്റ്റിറ്റ്യൂന്റ്സ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി സൊല്യൂഷൻ. ഓക്കെ, നമ്മുടെ ഏതാണോ സോൾവെന്റ് എടുത്തിരിക്കുന്നത് അതിൽ യൂണിഫോംലി ആ സൊല്യൂട്ട് എന്തായിരിക്കും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പിന്നെ എന്താണ്? നോ ക്ലിയർ ബൗണ്ടറീസ് ഓഫ് സെപ്പറേഷൻ. നമുക്ക് ഒരു വിധത്തിലുള്ള സെപ്പറേഷനോ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. എയർ, വൈൻ, കോഫി, സ്റ്റീൽ, നാച്ചുറൽ ഗ്യാസ്, വിനീഗർ, ഓക്കെ, ബ്രാസ്, ബ്ലഡ് എല്ലാം വരും. ബ്രാസ് എന്തായിരുന്നു?
ബ്രാസ് എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു? ആ, അനോഹ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഇന്നലെ പറഞ്ഞിരുന്നു ബ്രാസ് എന്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു? അനോഹ മാത്രം ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആഷ്മി യെസ്, വെരി ഗുഡ്. വേറെ? അനോഹ, ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. മാധവ്, യെസ് യെസ് യെസ്. ഉം മിക്സ്ചർ ആണ്, ശരിയാണ്, ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ആ, വെരി ഗുഡ്. കാർമൽ, കാർമൽ ആൻഡ് യെസ്, സോളിഡ് സോളിഡ് സൊല്യൂഷൻ ആണ്, ഹോമോജീനിയസ് മിക്സ്ചറിൽ വരുന്നതാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അലോയ്സിൽ വരുന്നതാണ്. എല്ലാം കറക്റ്റ് ആണ്. ചിലര് മിക്സ്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഉണ്ട്. ഹോമോജീനിയസ് മിക്സ്ചറിൽ വരുന്നതാണ് ബ്രാസ്. അതൊരു സൊല്യൂഷൻ ആണ്, സോളിഡ് സോളിഡ് സൊല്യൂഷൻ ആണ്. ബിക്കോസ് അതിൽ സൊല്യൂട്ടും സോൾവെന്റും എന്താണ്, സോളിഡ് ആണ്. ചിലർ കോപ്പർ ആൻഡ് സിങ്ക് ആണ് അതിൽ പ്രസന്റ് എന്ന് പറഞ്ഞു, അതും കറക്റ്റ് ആണ്. വേറെ പറയുകയാണെങ്കിൽ അതൊരു അലോയ് ആണ്. ഓക്കെ, അലോയ് എന്ന് പറഞ്ഞാൽ എന്താ? അലോയ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതൊന്ന് പറഞ്ഞ ആരെങ്കിലും ചാറ്റ് ബോക്സിൽ. എലോയ് എന്ന് പറയുന്നത് എന്താ? എനിവൺ? ഫസ്റ്റ് ആരാ പറയാൻ നോക്കട്ടെ. എലോയ് എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഡെഫിനിഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ, യെസ്. ആ, വെരി ഗുഡ്. അനോഹ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ, മെഹസാബിൻ, യെസ് യെസ്. ചിലവരുടെ തെറ്റാണ്. ആ, നമ്മൾ ചിലർ മിക്സ്ചർ ഓഫ് മെറ്റൽ എന്ന് പറയുന്നുണ്ട്. അതിലും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്ന അതെന്താണ്? ആഹ് അതൊരു മിക്സ് ഓഫ് എന്താ, ഒന്നെങ്കിൽ രണ്ട് മെറ്റൽസ് ആവാം, അല്ലെങ്കിൽ ഒരു മെറ്റൽ ഓർ നോൺ മെറ്റൽ ആവാം. എങ്ങനെ വന്നാലും നമുക്ക് അവരെ അലോയ് എന്ന് വിളിക്കാൻ പറ്റും. മെറ്റൽസ് മാത്രം ആവണമെന്നില്ല. ആ, കമ്പോസ്ഡ് ഓഫ് ടു ഓർ മോർ മെറ്റൽസ്, അല്ലെങ്കിൽ ഒരു മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ, എങ്ങനെ വേണമെങ്കിൽ വരാട്ടോ. നോൺ മെറ്റൽ വന്നാലും അത് അലോയ് ആണ്. ആ, ആരൊക്കെയോ എന്തൊക്കെയോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യെസ്, ഹസീനി, യെസ്. 1 teaspoon salt in a bowl and two drops of water is one. ആ, അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. നമ്മൾ എത്ര കുറച്ച് വെള്ളവും പഞ്ചസാരയല്ല, സോൾട്ട് ഇട്ടാലും ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് പറഞ്ഞാൽ എന്താ? എത്ര കുറച്ച് വെള്ളം എടുത്താലും അതില് എത്ര സോൾട്ട് ഇട്ടാലും ആ സോൾട്ട് ആ വെള്ളത്തിൽ ഡിസോൾവ് ആവും. അവരെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അൺടിൽ അതെന്താണ്, സാച്ചുറേറ്റഡ് ആയാൽ മാത്രമേ നമുക്ക് സോൾട്ട് അവിടെ ഡെപ്പോസിറ്റ് ആയി കിടക്കുന്ന കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ 2-3 ഡ്രോപ്പ് വെള്ളം എടുത്തിട്ടായിരിക്കും ഒരു തരി ഉപ്പിട്ട് മിക്സ് ചെയ്താലും ഇറ്റ് വുഡ് ബി എ ഹോമോജീനിയസ് സൊല്യൂഷൻ, ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുപേരും കംപ്ലീറ്റ്ലി യൂണിഫോംലി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവും. അതാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയാ. ഈ സോൾട്ടിനെ ഇടുമ്പോ വെള്ളത്തിൽ എന്താ പ്രത്യേകത? ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു, ഇൻ ലിക്വിഡ്സ് ദേ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം, അല്ലെ? ലിക്വിഡ്സില് പാർട്ടിക്കിളിന്റെ ഇടയിൽ സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്മോളർ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സയൻസ് പഠിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി വേണം. നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കിയേ, വെള്ളത്തിൽ നിങ്ങൾ ഉപ്പിടുമ്പോ ആ ഉപ്പ് എങ്ങോട്ടാണ് പോകുന്നേ? അത് പറയാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ തന്നെ ചെറുതായിട്ട് ആൻസർ പറഞ്ഞു. ജ്യൂസ് ലെമൺ വെള്ളത്തിൽ വിരിഞ്ഞാലും അത് ഈക്വലി മിക്സ് ആവില്ലേ? ആ, യെസ്. കുറെ പേര് പറഞ്ഞു വാട്ടർ മോളിക്യൂൾസ്. ഇപ്പൊ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിന്റെ കേസിലൊക്കെ പറഞ്ഞു, സോളിഡ്സിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ സ്പേസ് ഇല്ല, ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ലിക്വിഡ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഇങ്ങനെയായിരിക്കും പാർട്ടിക്കിൾസ് ഇരിക്കുന്നുണ്ടാവുക. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, കണ്ടോ? അപ്പൊ നിങ്ങൾ വാട്ടറിൽ ഏതൊരു സൊല്യൂട്ട് ആഡ് ചെയ്താലും ആ സൊല്യൂട്ട് ഡിസോൾവബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് ഇവരുടെ ഇടയിൽ പോയിരിക്കും, യൂണിഫോംലി ഡിസോൾവ് ആയിട്ട്. നിങ്ങൾ വേറൊരു ഈ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം, വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഇങ്ക് ആഡ് ചെയ്തു. ഇപ്പൊ ആരോ ലെമൺ ജ്യൂസും വെള്ളവും ഹോമോജീനിയസ് ആണോ എന്ന് ചോദിച്ചു. അതെ. അത് കൂടാണ്ട് വെള്ളത്തിൽ നമ്മൾ ഒരു ഡ്രോപ്പ് ഓഫ് ഇങ്ക്, നമ്മുടെ പെന്നിലൊക്കെ നിറയ്ക്കുന്ന ഇങ്ക് ഇല്ലേ, അത് ആഡ് ചെയ്തു. അത് കാണാൻ നല്ല രസാ. ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഇങ്ക് ഇടുമ്പോ അതിങ്ങനെ പതുക്കെ സ്പ്രെഡായി ലാസ്റ്റ് ആ ബ്ലൂ കളർ ഇങ്ക് ഈവൺലി എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ആവും. അതിൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റും അവര് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ഒരു ഡ്രോപ്പ് ബ്ലൂ ഇങ്ക് ഇടുമ്പോ അത് പതുക്കെ സ്പ്രെഡായി ആ ബീക്കറിലുള്ള ഫുൾ വെള്ളത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ബ്ലൂ കളറായിട്ട് മാറും. ബിക്കോസ് ആ ഇങ്ക് ഇവിടേക്കായിട്ട് ഇതിന്റെ ഇടയിലുള്ള എല്ലാ സ്പേസിലും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട്. ഓക്കെ.
അപ്പൊ ഇതൊക്കെ ഇപ്പൊ ആരൊക്കെ ചോദിച്ച എക്സാമ്പിൾസ് എല്ലാം എന്താണ്? ഹോമോജീനിയസ് ആണ്. ബിക്കോസ് ഇന്റർ മോളിക്കുലർ സ്പേസ് ഉണ്ട് വെള്ളത്തിന്റെ ഇടയിൽ. സോലിബിൾ സബ്സ്റ്റൻസ് ആവണം കേട്ടോ, എന്നാ മാത്രമേ നടക്കുള്ളൂ. യെസ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. സാച്ചുറേഷൻ പോയിന്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ സോൾട്ട് അവിടെ താഴെ ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കും. ഓക്കെ. ഡിസോൾവ് ആവാത്ത സബ്സ്റ്റൻസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എന്തായിരിക്കും? ഹെട്രോജീനിയസ് ആയിട്ട് മാറും. ഡിസോൾവ് ആവണം അല്ലെങ്കിൽ അവിടെ മുകളിൽ അടിഞ്ഞിപ്പം വെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മഡ് അല്ലെങ്കിൽ സാൻഡ് പാർട്ടിക്കിൾസ് ഒക്കെ താഴെ ഡെപ്പോസിറ്റ് ചെയ്യും. പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ലീഫും ചിലതൊക്കെ വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യും. അത് ഹോമോജീനിയസ് അല്ലല്ലോ. സാച്ചുറേറ്റഡ് മീൻസ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ പഠിക്കുക, നിങ്ങൾ പഠിച്ച് ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ പറയും മതി, ഇനി ഒരു ക്വസ്റ്റ്യൻ പോലും അടുത്തത് എനിക്ക് പഠിക്കാൻ പറ്റില്ല. അതിനർത്ഥം എന്താ? നിങ്ങളുടെ തലയിൽ പഠിച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ഇനി തല നിറഞ്ഞു, ഇനി എന്റെ തലയിൽ ഇനി ഒരു വേർഡ് പോലും എടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ പറയില്ലേ ഐ എം സാച്ചുറേറ്റഡ് എന്ന് പറയില്ലേ? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഒരു സംഭവം പോലും എനിക്ക് ഇനി തലയിലോട്ട് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്റെ തല ഫുള്ളായി. അതുപോലെയാണ് വെള്ളത്തിൽ ഇനി സ്പേസ് ഇല്ല ഉപ്പ് ഡിസോൾവ് ചെയ്യാൻ. എല്ലാ ഇന്റർമോളിക്കുലർ സ്പേസും ഒക്യുപ്പൈഡ് ആയി. അപ്പൊ സാച്ചുറേറ്റഡ് ആയി. ഇനി നമ്മൾ അതിലോട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ താഴെ അടിഞ്ഞു നിൽക്കും എന്നല്ലാണ്ട് ഡിസോൾവ് ആവില്ല. അതാണ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഉപ്പിട്ട ഇനിയും ഡിസോൾവ് ആവും, ബിക്കോസ് അവിടെ സ്പേസ് ഉണ്ട്. ക്ലിയർ ആയോ? ആരോ അത് ചോദിച്ചിരുന്നു. സൗരവ് പറഞ്ഞത് മനസ്സിലായില്ല. ഇനി പഠിപ്പിച്ചാൽ എന്താണോ? ഇനി പഠിപ്പിച്ചാൽ എന്താണോ ഉദ്ദേശിച്ചത്? ഓക്കെ. ആ ആരാ ചോദിച്ചത്? കോഫി. കോഫി എന്ന് പറയുന്നത് പൊടിയല്ലേ? പൊടിയായിട്ടുള്ള സാധനങ്ങള് ചില ഇൻഗ്രീഡിയൻസ് ആയാലും ഹോമോജീനിയസ് ആയിട്ട് നിൽക്കും. താഴെ അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഹെട്രോജീനിയസ്. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്താൽ മതി. IPGയോ? അതെന്താ? LPG ആണോ? അത് നമ്മൾ ഓൾറെഡി ഇതേ ഇവിടെ പിക്ചറിലുണ്ടല്ലോ. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തല്ലേ? ഇവിടെ പിക്ചറിൽ കാണുന്ന എല്ലാം എന്താ? ഹോമോജീനിയസ് ആണ്. വൈൻ, നാച്ചുറൽ ഗ്യാസ്, വിനേഗർ, സ്റ്റീൽ എല്ലാം അവര് മിക്സ് ആവും. അവരുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരും. ക്ലിയർ ആയോ? എക്സാമ്പിൾസ് ഒക്കെ നോക്കി വെക്കണം കേട്ടോ. ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? വിസിബിൾ ബൗണ്ടറി. നിങ്ങൾ ഈ പോയിന്റ് അങ്ങോട്ട് മൈൻഡിൽ വെച്ചാൽ മതി. വിസിബിൾ ബൗണ്ടറീസ് ഓഫ് സെപ്പറേഷൻ ഉണ്ടോ, ഇറ്റ് വുഡ് ബി എ ഹെട്രോജീനിയസ് മിക്സ്ചർ. പിന്നെ എന്താണ്? ഡസ് നോട്ട് ഹാവ് യൂണിഫോം കോമ്പോസിഷൻ. യൂണിഫോം കോമ്പോസിഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ. യൂണിഫോം ആയിട്ട് അതിന്റെ ഒരു സ്ലൈഡ് വരുന്നുണ്ട്, കാണിച്ചുതരാം ഡിഫറൻസ്. ഇതല്ലേ നിങ്ങൾ ചോദിച്ചത്? ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജി. ഈ സ്ലൈഡ് ഒന്ന് നന്നായിട്ട് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ബിക്കോസ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയും. അപ്പൊ ഈ ഒരു സ്ലൈഡ് PPT പഠിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. എന്താണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്? കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ മിക്സ്ചർ. അതാണ് ഹോമോജീനിയസ് മിക്സ്ചർ. നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ മിസ്സിന്റെ ബാക്കില്? ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഭയങ്കര മഴ പെയ്യുന്നുണ്ട്, അത് കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ ഓക്കെ. യെസ് യെസ്, താങ്ക് യു താങ്ക് യു. ഓക്കെ. അപ്പൊ എന്താണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്? പോയിന്റ് പഠിക്കാം. കോൺസ്റ്റൻസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ മിക്സ്ചേഴ്സ്. ഇത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. നോ വിസിബിൾ ബൗണ്ടറീസ് ഓഫ് സെപ്പറേഷൻ. ഇവിടെ എന്താണ് വിസിബിൾ ബൗണ്ടറീസ് ഓഫ് സെപ്പറേഷൻ? കോൺസ്റ്റൻസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഈസിലി ബൈ യൂസിങ് സിമ്പിൾ ടെക്നിക്സ്. ഇവിടെ നമുക്ക് സിമ്പിൾ ടെക്നിക്സ് വെച്ച് വി ക്യാൻ സെപ്പറേറ്റ് ദം. എക്സാമ്പിൾസ് രണ്ടെണ്ണത്തിന് പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ളത് എന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. പക്ഷെ കുറച്ച് എക്സെപ്ഷൻ കേസുകൾ ഉണ്ട്, അത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സസിൽ പറയും. ഓക്കെ. വേറെ കുറച്ച് കേസുകൾ ഇതിൽ പഠിക്കാണ്ട്, കൊളോയിഡ്സ്, സസ്പെൻഷൻ എന്നൊക്കെ ആരൊക്കെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഇനി വരുന്ന ക്ലാസ്സസിൽ നമ്മൾ പഠിക്കും. ഈ ടേബിൾ നന്നായിട്ട് ക്ലിയർ ആക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണേ. ഓക്കെ. യെസ്. ഇനി നമ്മൾ എന്താ പഠിച്ചത്? സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോജീനിയസ് മിക്സ്ചറിൽ 2 or more സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനെ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയാം. സൊല്യൂഷൻ നമ്മുടെ വിചാരം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മാത്രമാണ്. അല്ല. ലിക്വിഡ് സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ, ഗേഷ്യസ് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാം അറിഞ്ഞിരിക്കണം. എക്സാമ്പിളും കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ സൊല്യൂഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ
solvent plus solute is what we call as solution. Okay. Solvent plus solute is what we call as solution. അപ്പൊ എന്താണ് സോൾവെന്റ്, എന്താണ് സൊല്യൂട്ട് എന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയണം. സോൾവെന്റ് മീൻസ് ദി കോമ്പണന്റ് ഓഫ് ദി സൊല്യൂഷൻ ദാറ്റ് ഡിസോൾവ്സ് ദി അതർ കോമ്പണന്റ്. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി കോമ്പണന്റ് ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഡിസോൾവ്സ് ദി അതർ കോമ്പണന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? സോൾവെന്റ് എന്ന് പറയാം. ദി കോമ്പണന്റ് ഓഫ് ദി സൊല്യൂഷൻ ദാറ്റ് ഡിസോൾവ്സ് ദി അതർ കോമ്പണന്റ്. അതുപോലെ ദേ ആർ യൂഷ്വലി പ്രസന്റ് ഇൻ ലാർജ് എമൗണ്ട്. സാധാരണ അധികം നമ്മൾ സോൾവെന്റ് ആയിരിക്കും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കാണുന്നത്. ഓക്കെ, വേറെന്താ? അതെന്തുകൊണ്ടാ? ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനെ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ, ഹെട്രോജീനിയസിനെ പറ്റില്ല. ബിക്കോസ് ഇൻ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് പാർട്ടിക്കിൾസ് ആർ വെരി സ്മോൾ. നമ്മൾ ഇനി വരുന്ന എവിടെയോ പ്രോപ്പർട്ടീസിൽ സൊല്യൂഷനിൽ പഠിച്ചിട്ടുണ്ട്. അവരുടെ പാർട്ടിക്കിൾസിന്റെ സൈസ് 1 നാനോമീറ്ററിനേക്കാൾ താഴെയാണ്. അവർ കംപ്ലീറ്റ്ലി വിസിബിൾ ആണ്. ഓക്കെ, ഹോമോജീനിയസ് ഹെട്രോജീനിയസിന്റെ പേജ് വേണോ? ഒരു മിനിറ്റ്. ഓക്കെ, ഇത് നോക്കണ്ടവരൊന്ന് നോക്കുക കേട്ടോ. ഹോമോജീനിയസ് എന്താണോ? ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ പല സബ്സ്റ്റൻസുകളെ നമുക്ക് ആഡ് ചെയ്യാം, പക്ഷെ അവര് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിലും പറഞ്ഞു. എന്താണ്? നിങ്ങൾ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ വെള്ളത്തിൽ കുറച്ച് നാരങ്ങ ഒഴിച്ചു, കുറച്ച് പഞ്ചസാര ഇട്ടു, നന്നായിട്ട് സ്റ്റിർ ചെയ്തു. ഓക്കെ, നിങ്ങൾ കുടിക്കുമ്പോ നിങ്ങൾക്ക് നാരങ്ങയുടെ ടേസ്റ്റും സ്വീറ്റ്നെസ്സും ഈക്വലി എല്ലാ ഭാഗത്തും കിട്ടും, ഇല്ലേ? കിട്ടും. അതെന്തുകൊണ്ടാ? ബിക്കോസ് ഈ ആഡ് ചെയ്ത ലെമൺ ജ്യൂസ് ആയാലും ഷുഗർ ആയാലും ഈക്വലി വാട്ടറിന്റെ ഇന്റർമോളിക്കുലർ സ്പേസസിൽ പോയിട്ടിരുന്നുണ്ട്. അതെന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് കാരണം നിങ്ങൾ ആ ജ്യൂസ് ഫുള്ള് കുടിച്ചാലും എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ഒരേപോലത്തെ ടേസ്റ്റ് ആണ് വരിക. ഹെട്രോജീനിയസ് മിക്സ്ചർ അങ്ങനെയാണോ? നിങ്ങൾ വെള്ളത്തിൽ കുറച്ച് സാൻഡ് ഇടുക, സാൻഡ് ഇട്ട് മിക്സ് ചെയ്താലും സാൻഡ് താഴെ സെറ്റിൽ ചെയ്യും, വെള്ളം മുകളിൽ നിൽക്കും. നിങ്ങൾക്ക് അത് വിസിബിളി കാണാൻ പറ്റും, ഡിഫറൻസ് കാണാൻ പറ്റും. പക്ഷെ ഒരു ലെമൺ ജ്യൂസിൽ നിങ്ങൾക്ക് ഇവിടെ ലെമൺ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ സ്വീറ്റ്നെസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതാണ് ഹോമോജീനിയസ് ഹെട്രോജീനിയസ് തമ്മിലുള്ള ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നാണ് കേട്ടോ. ഓക്കെ, മാറ്റട്ടെ, സ്ലൈഡ് മാറ്റട്ടെ. ആഹാ, ഓക്കെ, ജുവൽ മാറ്റിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും ഈ സ്ലൈഡ് ഇനി വേണോ? ഓക്കെ ആണോ? യെസ്. ഇനിയിപ്പോ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? ഇത് പറഞ്ഞു. ഇനി സൊല്യൂട്ടിനെ കുറിച്ച്. ദി കോമ്പണന്റ് ഓഫ് ദി സൊല്യൂഷൻ ദാറ്റ് ഇസ് ഡിസോൾവ്ഡ് ഇൻ ദി സോൾവെന്റ്. എന്താണ്? ദി കോമ്പണന്റ് ഓഫ് ദി സൊല്യൂഷൻ ദാറ്റ് ഇസ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെന്റ് ആണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയാം. യൂഷ്വലി ദ സൊല്യൂട്ട് ഈസ് പ്രസന്റ് ഇൻ ലെസർ ക്വാണ്ടിറ്റി. അപ്പൊ സൊല്യൂട്ട് സോൾവെന്റ് എന്താന്ന് ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം, മസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡിഫൈൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ആ സെന്റൻസ് എഴുതാൻ അറിയണം. ഓക്കെ, ഷുഗർ സൊല്യൂഷൻ, ടിങ്ചർ ഓഫ് അയഡിൻ, എയറേറ്റഡ് ഡ്രിങ്ക്സ്, ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? സൊല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻസ് പോയിന്റ് വൈസ് ആയിട്ടും അറിഞ്ഞിരിക്കണം. സൊല്യൂഷൻ മീൻസ് അതെന്തായിരിക്കും? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും എന്ത്? സൊല്യൂഷൻസ്. പിന്നെന്താണ്? ഇൻ സൊല്യൂഷൻ ദ പാർട്ടിക്കിൾസ് സൈസ്, ഡയാമീറ്റർ എന്ന് പറയുന്നത് വുഡ് ബി ലെസ് ദാൻ 1 നാനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആയ കാരണം ദേ കനോട്ട് സ്കാറ്റർ ദ ബീം ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദി സൊല്യൂഷൻ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മളൊരു ടോർച്ച് അടിച്ച് നോക്കുകയാണ്, നിങ്ങൾക്ക് തന്നെ നോക്കാം. നിങ്ങളൊരു ഹോമോജീനിയസ് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയോ ഉപ്പോ എന്തെങ്കിലും ഇട്ട് ഒരു സൈഡിൽ നിന്ന് ടോർച്ച് അടിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ആ ബീം ഓഫ് ലൈറ്റ് ആ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്നത് കാണാൻ പറ്റില്ല. അതെന്തുകൊണ്ടാ? ഇറ്റ്സ് ബിക്കോസ് ആ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് വളരെ ചെറുതാണ്. അവരുടെ സൈസ് കുറച്ച് വലുതാണെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ടോർച്ചിന് വരുന്ന ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ അവരുടെ പാത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതാ കണ്ടോ? ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് പാത്ത് കാണാനില്ല. അതിന്റെ റീസൺ അതാണ്. ബിക്കോസ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് വെരി സ്മോൾ, ഇറ്റ് ഈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. പിന്നെ എന്താണ്? സൊല്യൂട്ട് പാർട്ടിനെ നമുക്ക് ഒരിക്കലും ഫിൽട്രേഷൻ വഴി, ഇപ്പൊ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അരിക്കുമ്പോ ചായയുടെ ബാക്കി വരുന്നത് നമുക്ക് സെപ്പറേറ്റ് ഔട്ട് ചെയ്യാം. നമ്മൾ അങ്ങനത്തെ ഫിൽട്രേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കെമിസ്ട്രി പ്രകാരം ചെയ്യുന്ന ഫിൽട്രേഷനിൽ നമ്മൾ പേപ്പർ ആണ് യൂസ് ചെയ്യുക, ഫിൽട്ടർ പേപ്പർ ആണ് ഉപയോഗിക്കുക. ഫിൽട്ടർ പേപ്പർ എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മുടെ ഒരു പേപ്പർ പോലെയാണ്. അതില് ശരിക്കും മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലും ചെറുതാണ്, 1 നാനോമീറ്ററിനേക്കാൾ ചെറുതായ കാരണം അതിൽ പോലും സ്റ്റക്കായി നിൽക്കാണ്ട് അത് താഴോട്ട് പോകും. അതാണ്
എന്ത് പറയുന്നത്, അത്രയും ചെറുതാണ് സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിന്റെ സൈസ്. പിന്നെന്താണ്, വി ഓൾറെഡി നോ ദാറ്റ് പാർട്ടിക്കിൾസ് വിൽ നോട്ട് സെറ്റിൽ ഡൗൺ ഇൻ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. അത് തന്നെ സൊല്യൂഷൻസിലും അങ്ങനെയാണ്. ഈ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണോ? ഞാൻ ചാറ്റ് നോക്കിയില്ലേ, ക്ലിയർ ആണോ? പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ ഡെഫിനിഷൻ പറഞ്ഞതാണല്ലേ. ഏത് ചോദിച്ചത് ഒന്നും കൂടി എന്താ എഴുതണേ? ഡസന്റ് ഇറ്റ് ഗെറ്റ് സ്മോളർ 1 നാനോമീറ്ററിനേക്കാൾ താഴെയാണ് എന്ത്, പാർട്ടിക്കിൾസിന്റെ സൈസ് പൊതുവെ ഹോമോജീനിയസ് സൊല്യൂഷൻസിൽ. അതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെന്താ, യെസ്, അവന് എഴുതിയിട്ടുള്ള സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു സൊല്യൂഷൻ. അതാണ് സൊല്യൂഷൻ ഈസ് വാട്ട്. സൊല്യൂഷനിൽ എന്താണ്, കൺസിസ്റ്റ് ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട്. സോൾവെന്റ് ഈസ് ദ വൺ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ലാർജർ ക്വാണ്ടിറ്റി, സൊല്യൂട്ട് എന്താണ്, ലെസർ ക്വാണ്ടിറ്റി ആണ്. സോൾവെന്റിലാണ് സൊല്യൂട്ട് ഡിസോൾവ് ആവുന്നത്, സൊല്യൂട്ട് ഈസ് ദ വൺ വിച്ച് ഗെറ്റ് ഡിസോൾവ് ഇൻ സോൾവെന്റ്. ഓക്കെ, ആ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി എന്താണ്, ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, നമ്മൾ സോൾട്ട് ആഡ്, ഡസ് ഇറ്റ് ഫുള്ളി ഗെറ്റ് മിക്സ്ഡ്, സോൾട്ടിനെ കുറിച്ചല്ലേ ചോദിക്കുന്നത്, വാട്ടറിലല്ലേ ഫുള്ളി മിക്സ് ആവല്ലോ. ചിലവര് ഓക്കെ, എന്താണ് ലെനീറ്റ, യെസ്, ചിലപ്പം മാം അങ്ങനെ മാറ്റി എടുക്കുന്നതായിരിക്കും. വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്ലോയിൽ എടുക്കുന്നത്, ചിലപ്പോൾ അത് കഴിഞ്ഞ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എടുത്തതായിരിക്കും. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാട്ടോ, നമ്മുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. ചിലവര് ചിലപ്പോ ഫസ്റ്റ് ഇന്ന ഭാഗം എടുത്തിട്ട് മിക്സപ്പ് ആയിട്ട് പോയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഇനി വരുന്ന ക്ലാസ്സിൽ എടുക്കണ്ടാവും. അല്ലാണ്ട് ഇത് സൊല്യൂഷൻ എടുക്കാണ്ടിരിക്കില്ല ഒരിക്കലും. ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ചിലപ്പോൾ ചില ടീച്ചേഴ്സ് എന്താ പറയാ, സ്ട്രെസ് ഔട്ട് ചെയ്ത് പഠിപ്പിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് അറിയേണ്ട സംഭവമാണ്. ഓക്കെ, ചിലവര് സൊല്യൂഷൻ പഠിപ്പിച്ചിട്ട് നേരെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനിലോട്ട് പോയിട്ടുണ്ടാവും. അത് പക്ഷെ ഇതിന്റെ ഉള്ളിൽ ടൈപ്സ് ഓഫ് സൊല്യൂഷനും കൂടി അറിഞ്ഞിരിക്കണം. സിലബസ് പ്രകാരം ഉണ്ട് കേട്ടോ. ചിലപ്പോ ഭയങ്കര കൂടുതൽ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയായിരുന്നോ, കുറെ പേര് എനിക്ക് തോന്നുന്നത് വിചാരിച്ചത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല. സോളിഡ് ഇൻ സോളിഡ് ഉണ്ട്, സോളിഡ് ഇൻ ലിക്വിഡ് ഉണ്ട്, ലിക്വിഡ് ഇൻ ലിക്വിഡ് ഉണ്ട്. ഏതാണ്, സോളിഡ് ഇൻ ഗ്യാസ് വരുമോ? വരുമോ? അതൊരു നല്ല ക്വസ്റ്റ്യനാ. ആരാ ചോദിച്ചത്? കുറെ പേര് ഒരുമിച്ച് ചോദിച്ചോ. സോളിഡ് ഇൻ ഗ്യാസ് വരുമോ? വരും. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? യെസ്, ആരാ പറഞ്ഞ? അനോഹ, യെസ് യെസ്. നിരഞ്ജൻ പറഞ്ഞു. ഡസ്റ്റ്, സ്മോക്ക്, ഗ്യാസില് ഡസ്റ്റ്, സ്മോക്കില് ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ ഏരിയസ്. അൽബീന, നിങ്ങൾ തന്നെ ചോദിച്ചു, നിങ്ങൾ എല്ലാ സ്റ്റുഡൻസ് അതിന്റെ ആൻസർ പറഞ്ഞു. യെസ്, ഡസ്റ്റ്, യെസ് യെസ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, ബലൂൺ വരില്ല കേട്ടോ. ഡസ്റ്റ് പാർട്ടിക്കിൾസ്, സ്മോക്ക്, അതൊക്കെ വരും. അതിൽ ഗ്യാസ് ആണ്, അതിൽ ഡസ്റ്റ്, കുഞ്ഞു കുഞ്ഞു ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളവരുടെ ഒക്കെ എക്സാമ്പിൾസ് ഇപ്പൊ പറയേ. ആരോ ഇപ്പൊ ചോദിച്ചു അതിന്റെ എക്സാമ്പിൾ പറയാം. നമ്മൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ ഓരോന്നിന്റെ ആയിട്ടും പറയും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ പറയും. എന്താണ് സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്? എന്താ, എലോയ്സ് ആണ് മെയിൻ ആയിട്ടും വരിക. ഡെഫിനിഷൻ നോക്കണേ. എന്താണ് എലോയ് എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more മെറ്റൽസ് ഓർ എ മെറ്റൽ ആൻഡ് എ നോൺ മെറ്റൽ. മെറ്റൽസ് മാത്രമല്ല, മെറ്റൽ നോൺ മെറ്റൽ കോമ്പിനേഷൻസിനെയും നമ്മൾ എന്ത് പറയും? എലോയ് എന്ന് പറയും. പിന്നെന്താണ്, കനോട്ട് ബി സെപ്പറേറ്റഡ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റന്റ് ബൈ ഫിസിക്കൽ മെത്തേഡ്. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ കോമ്പിനേഷൻ ആണ്? കോപ്പർ ആൻഡ് സിങ്ക്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ ആൻഡ് അയൺ. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പർ ആൻഡ് ടിൻ. അതത്ര ഡെപ്തിൽ അറിയണമെന്നില്ല, എക്സാമ്പിൾ ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഡ്രൈ ഐസ് ആണോ? ഡ്രൈ ഐസ് എന്താ? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ്. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ സോളിഡിഫൈ ചെയ്ത് വെക്കുന്നതാണ് ഡ്രൈ ഐസ്. അതെന്താ ചോദിച്ചത്? അത് ഇതിൽ എന്തെങ്കിലും വരുമോന്നാണോ? ആരാധ്യ, യെസ്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ, സോളിഡിഫൈഡ് ആയിട്ടുള്ള കാർബൺ. നിങ്ങൾ മറ്റേ M4 ടെക് അല്ലേ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഡ്രൈ ഐസിന്റെ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
ഡ്രൈ ഐസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് സോളിഡ് കഷ്ണം അതിനിങ്ങനെ പുക വന്നിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ഐസ് ആണ്. അതിലെന്തുണ്ട്? അത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇനി എന്താ? കണ്ടോരുണ്ട്. ഓക്കെ ഓക്കെ. ഇനി ഏതാ? സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോ കുറെ ഡിസ്കസ് ചെയ്ത് തന്നെ സോളിഡ് ഇൻ ലിക്വിഡ് എക്സാമ്പിൾസ് തന്നെയാണ്. വെള്ളത്തിൽ ഷുഗർ, വെള്ളത്തിൽ സോൾട്ട്, അതുപോലെ ആൽക്കഹോൾ, അയഡിൻ വരുന്നതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ ലിക്വിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ വിനേഗർ ആണ്. വിനേഗർ എന്ന് പറഞ്ഞാൽ വിനേഗറിൽ ഏത് ആസിഡ് ആണുള്ളത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കോൾഡ് വാട്ടറിലായാലും എന്താ, സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസോൾവ് ആവുമല്ലോ, സ്പീഡ് കുറയുന്നല്ലേ ഉള്ളൂ. ആരാ ചോദിച്ചാൽ? ഹസീനിയസ്. യെസ്, അസിറ്റിക് ആസിഡ് കുറെ പേര് വർഷയാണ് ഫസ്റ്റ് പറഞ്ഞത്. അനോഹ, റിഫ, പിന്നെ അവരെ പേര് കുറെ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നു. അജിത്, മെഹസാബിൻ, ജോവിയ, യെസ്. ആദർശ്, ആഷ്മി, ശിവ, യെസ്. ചിലവര് തെറ്റി പറയുന്നുണ്ടേ. ചിലവര് മാറി മാറി പറയുന്നുണ്ട്. ചിലവര് ആരാധ്യ, നിയാൽ, ജുവൽ. ലാക്റ്റിക് ആസിഡ് എന്ന് ചിലവര് പറയുന്നുണ്ട്. ലാക്റ്റിക് ആസിഡ് അല്ല, അസറ്റിക് ആസിഡ് ആണ് കേട്ടോ. അസിറ്റിക് ആസിഡ് ആണ് കേട്ടോ. അസിറ്റിക് ആസിഡ് വെള്ളത്തില് പ്രസന്റ് ആയിട്ടുള്ളതാണ് വിനീഗർ. അത് തന്നെയാണ് അസിറ്റിക് ആസിഡ് ഇൻ വാട്ടറിനെ തന്നെയാണ് ഡിസ്റ്റിൽഡ് വൈറ്റ് വിനീഗർ എന്ന് പറയുന്നത്. അസിറ്റിക് ആസിഡും വെള്ളവും കൂടിയിട്ടുള്ളതാണ്. ഓക്കെ, ലിക്വിഡ് ഇൻ ലിക്വിഡിന്റെ ഒരു എക്സാമ്പിള്. പിന്നെ ഗ്യാസ് ഇൻ ലിക്വിഡ് നമുക്കറിയാം, നമ്മൾ കുടിക്കുന്ന എയറേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം എന്താ? ഗ്യാസ് ഇൻ ലിക്വിഡ്. ആരും ലാക്റ്റിക് ആസിഡ് പറഞ്ഞു? ലാക്റ്റിക് ആസിഡ് അല്ല കേട്ടോ. കുറച്ച് പേര് ലാക്റ്റിക് ആസിഡ് കഴിഞ്ഞതിന്റെ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു. ലാക്റ്റിക് ആസിഡ് കേർഡിലാണ്. യെസ്. അസിറ്റിക് ആസിഡ് ലിക്വിഡ് ഫോമിലാണ്. യെസ് യെസ്, അസിറ്റിക് ആസിഡ് ലിക്വിഡ് ഫോമിലാണ്. കൊക്കോകോള, യെസ്. കൊക്കോകോള ഒക്കെ എന്താണ്? ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിൽ വരുന്നതാണ്. യെസ്. പിന്നെ നമ്മുടെ കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ വർക്ക്ഔട്ട് സെഷനിലോട്ട് കടന്നാലോ? ക്ലിയർ ആയോ? റെഡി ആണോ വർക്ക്ഔട്ട് സെഷനിലോട്ട്? സ്പ്രൈറ്റ് എന്നൊക്കെ കറക്റ്റാ. യെസ്, അതെ. യെസ്, ദർശിത് കറക്റ്റ് ആണ്. യെസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നലെ എടുത്ത കോൺസെപ്റ്റ് ക്ലിയർ ആണോ? നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ? ഷുഗർ നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസോൾവ് ആവും. ടെമ്പറേച്ചർ കൂടുന്തോറും പെട്ടെന്ന് ഡിസോൾവ് ആവുന്നേ ഉള്ളൂ. കോൾഡ് വാട്ടറിലാണെങ്കിലും ഇറ്റ് വുഡ് ഡിസോൾവ്. നമ്മൾ തണുത്ത വെള്ളം എടുത്തിട്ട് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാറില്ലേ? പഞ്ചസാര ഡിസോൾവ് ആവും, പതുക്കെ ആവുന്നല്ലേ ഉള്ളൂ. ആരാ ചോദിക്കണ? ഹസീനി. ആൻസർ കിട്ടിയില്ലേ? യെസ്. ചൂടാണെങ്കിൽ പെട്ടെന്ന് എന്ത് സാധനം പെട്ടെന്ന് ഡിസോൾവ് ആവും. അപ്പൊ ഞാൻ എന്റെ വർക്ക്ഔട്ട് സെഷന്റെ PPT എടുക്കുകയാണ്. ആരോടും എന്റെ പേരിന്റെ ലിസ്റ്റ് ഉണ്ട്. ഞാൻ അപ്പൊ റാൻഡം ആയിട്ട് പേര് വിളിക്കുന്നവരായിരിക്കട്ടെ ആൻസർ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദർ സെപ്പറേഷൻ എന്ന് പറയുന്നതിൽ ഡേ 1 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാരും നോക്കുക. ഡയറക്റ്റ് പറയാൻ പറ്റുന്നവര് ഓക്കെ എഴുതണമെന്നില്ല. അല്ല, ഒന്ന് എഴുതി നോക്കി ചോദിക്കുമ്പോൾ വായിക്കാം എന്നുള്ളവർക്ക് ഒരു പേപ്പറിൽ ജസ്റ്റ് എഴുതി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ആൻസർ ആദ്യം നിങ്ങളൊന്ന് മൈൻഡിൽ സെറ്റ് ചെയ്യാം. ഞാൻ റാൻഡം ആയിട്ട് ആരെങ്കിലും ഒരാളെ വിളിക്കും, അവരായിരിക്കും ആൻസർ പറയേണ്ടത്. ഓക്കെ, ഞാൻ ലിസ്റ്റ് എടുക്കട്ടെ എന്തിന്റെ പേര്. നിങ്ങൾ അപ്പോഴേക്കും ആൻസർ ഒന്ന് ജസ്റ്റ് റഫ് ആയിട്ട് എവിടെയെങ്കിലും എഴുതുക. പറയാൻ വില്ലിംഗ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാട്ടോ. വൈ ഈസ് എയർ കൺസിഡേർഡ് എ മിക്സ്ചർ ആൻഡ് നോട്ട് എ കോമ്പൗണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെയൊക്കെ ചോദിക്കാം, നിങ്ങളെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സംഭവം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആര് പറയും? പേര് വിളിക്കാം. ദർശത്തിന് ആൻസർ ചെയ്യാൻ പറ്റുമോ? ദർശിത് എവിടെ? യെസ്, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. യെസ്. Air consists of many gases like nitrogen, hydrogen, oxygen, water vapor, etc. യെസ്.
So it is a mixture, not a compound. ഓക്കെ ഓക്കെ കറക്റ്റ് ആണ്. യെസ്. വേറെ ആർക്കാ കുറച്ചും കൂടിയും വേറെ രീതിയിൽ എന്തെങ്കിലും യെസ് യദു. മാം സെയിം ആൻസർ തന്നെയാ, അത് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ വേറെ ആർക്കൊക്കെ എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുള്ളവരുണ്ടോ? ആരാധ്യ. യെസ്. Ma'am, its constituent gases are physically combined, not chemically bonded. ഓക്കെ യെസ്. ഓക്കെ അപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഇതിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? എയർ എന്ന് പറയുന്നത് നമ്മളൊരു മിക്സ്ചർ ആണ്. മെയിൻ പോയിന്റ് പറയുകയാണെങ്കിൽ വി നോ ദാറ്റ് ഇൻ മിക്സ്ചേഴ്സ് ദി വേരിയസ് കോൺസ്റ്റന്റ് എന്തായിരിക്കില്ല, ദേ ആർ നോട്ട് ഇൻ എ എന്താണ് ഫിക്സ്ഡ് കോമ്പോസിഷൻ അല്ല, ഫിക്സ്ഡ് റേഷ്യോയിലല്ല. കോമ്പൗണ്ട്സിൽ എന്താണ്, ദേ ആർ കെമിക്കലി ബോണ്ടഡ് ആൻഡ് ഓൾസോ ദി എലിമെന്റ്സ് അല്ലെങ്കിൽ ദി കോൺസ്റ്റന്റ്സ് ആർ പ്രസന്റ് ഇൻ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ. ബട്ട് ആസ് ഇൻ കേസ് ഓഫ് മിക്സ്ചേഴ്സ് എന്താണ്, നിങ്ങൾ അതിനെയും കൂടി ഒന്ന് സ്ട്രെസ് ഔട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ എയർ എന്താണെന്ന് പറയണതിന്റെ കൂടെ മിക്സ്ചർ എന്താണ് എന്നും കൂടി നിങ്ങൾ പറയാൻ നോക്കണം. എന്താണ് എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ആരൊക്കെയോ അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ. യെസ്, എല്ലാവരും അടിപൊളിയായിട്ട് പറഞ്ഞു. എയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കോൺസ്റ്റന്റ്സ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ, വാട്ടർ വേപ്പർ എക്സെട്ര. ഓക്കെ, അപ്പൊ എന്താണ്, ഓൾ ദീസ് കോൺസ്റ്റന്റ് ആർ പ്രസന്റ് ഇൻ വേരിയബിൾ കോമ്പോസിഷൻ ആൻഡ് ദേ ആർ നോട്ട് കെമിക്കലി ബോണ്ടഡ് അല്ലെ. അതുകൊണ്ട് ദാറ്റ്സ് വൈ വി കൺസിഡർ ദം ആസ് മിക്സ്ചേഴ്സ്. ആസ് ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട്സ് എന്തായിരിക്കും, ദി കോൺസ്റ്റന്റ് ആർ arranged in a fixed proportion and they are chemically bonded. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എയറിൽ എന്തൊക്കെയുണ്ട്, അവരെങ്ങനെയാണ്, അവർക്ക് മിക്സ്ചറിന്റെ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ മിക്സ്ചറാന്ന് പറയണം. പിന്നെ നോട്ട് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോമ്പൗണ്ട് എന്തായിരുന്നു എന്നും കൂടി പറയണം. ക്ലിയർ ആയോ? വേറെ ആരെങ്കിലും ഇവിടെ ആൻസർ ഇട്ടിട്ടുണ്ടോ? യെസ്. എയറിൽ എന്തൊക്കെ പ്രസന്റ് ആണെന്ന് ഞാൻ 2-3 പേരോട് ചോദിച്ചപ്പോ കറക്റ്റ് പറഞ്ഞു. അതിന്റെ കൂടെ നിങ്ങൾ എടുത്ത് പറയണം എന്താണ്, these constant elements are not present in a fixed proportion. They are just randomly mixed with each other. That's why we call them as mixtures. But in case of compounds, the constant elements are fixed in a ratio and they are chemically bonded എന്ന് എടുത്ത് പറയണം കോമ്പൗണ്ട്സിന്റെ കേസിൽ. അതാവുമ്പോ പിന്നെ ഒരു വിധത്തിലും നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കളയാൻ പറ്റില്ല. ഇന്ന് വേറെ എക്സാം ഒന്നുമില്ല കേട്ടോ. വർക്ക്ഔട്ട് സെഷനിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് അപ്പ നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഏത് ക്വസ്റ്റ്യനിലാണോ നിങ്ങൾക്ക് ആൻസർ, നിങ്ങൾ ചിലവരെ വിളിക്കാത്തവർ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷനിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. നിങ്ങൾ ആൻസർ ചെയ്തത് ബാക്കിയുള്ളവർ പറഞ്ഞോ ഞാൻ പറയുമ്പോൾ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് തെറ്റുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാം. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പേര് നോക്കട്ടെ. എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് sugar completely dissolves in water, does it become a compound with water? സിമ്പിൾ, ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ആരോടാണ് ചോദിക്കുക? യെസ്, ആൻഡ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുന്ന ആൻസറും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലും ആൻസർ ഇടാം, ഞാൻ ഇടയിലൊന്ന് നോക്കും. ഓക്കെ, വെരി ഗുഡ്. റിഫ പറഞ്ഞ കറക്റ്റ് ആൻസറാ. ഞാൻ ആരോടാ ചോദിക്കുന്ന, ഒരു മിനിറ്റ്. മാനവ്, യെസ്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാനവിനോട് തന്നെ ചോദിക്കാം. യെസ്. No, it does not become a compound. It forms a homogeneous mixture or a solute. When sugar dissolves, the sugar molecules evenly separate out with between water molecules. ഓക്കെ. കുറച്ചും വേറെ ആർക്കെങ്കിലും പറയാൻ റെഡിയാണോ? എനിവൺ ഹാൻഡ് റൈസ് ചെയ്യാട്ടോ. നിങ്ങൾക്കല്ല ഇനി കുറച്ചുകൂടി ഇതായിട്ട് പറയണം എന്നുള്ളവർക്ക് പറയാം, ചാറ്റ് ബോക്സിൽ ഇടുന്നവർക്ക് ഇടാം. കുറെ പേര് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് നോ ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ്. കറക്റ്റ് ആണ്. We know that in case of compounds, a chemical reaction takes place and a new compound is formed where the elements are arranged in fixed ratio, alle. But in case of sugar being dissolved in water, it doesn't form any chemical bond between them. As sugar gets evenly ഒക്കെ നല്ലത് യൂണിഫോംലി, ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിഫോംലി എന്ന് പറയുന്ന വേർഡ് എടുക്കണം. ഷുഗർ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദി വാട്ടർ, ദസ് വി കോൾ ഇറ്റ് ആസ് എ മിക്സ്ചർ, നോട്ട് എ കോമ്പൗണ്ട്. എവിടെയെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യണോ, എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ക്ലിയർ ആണോ? സെറ്റ് ആണോ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ ആരായാലും മടിക്കണ്ട, ചാറ്റ് ബോക്സിൽ ഇടണേ. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ആർക്കൊക്കെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആണ്? യെസ്,
ഒരു മിനിറ്റ് ചാർജ് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. എന്താണ്? വെൻ ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ, എന്താ സംഭവിക്കുന്നത്? വെൻ ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ, the sugar get uniformly distributed in the water, which we call as a homogeneous mixture. But in case of compounds, the substances form chemical bond between them and they are arranged in a fixed ratio. But in case of sugar with water, they are not arranged in a fixed ratio. That's why we call them as mixtures. അല്ലെങ്കിൽ നമുക്ക് homogeneous mixture എന്ന് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന സാധനം മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ ആകെ എന്താ, നിങ്ങൾക്ക് കുറച്ച് ഡെഫിനിഷൻസ് അറിയാം അല്ലെ? എലമെന്റ് എന്താ, കോമ്പൗണ്ട് എന്താ, ഹോമോജീനിയസ് എന്താ, ഹെട്രോജീനിയസ് എന്താ, ആ ഡെഫിനിഷൻസ് ഉപയോഗിച്ച് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റിനെ ഇതിലുള്ളൂ. ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ആകാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോമോജീനിയസിനെ കുറിച്ച് പറയണം. എന്താണ്? ഷുഗർ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ വേർ ഇറ്റ് എന്താണ് സ്പ്രെഡ്സ് യൂണിഫോംലി ത്രൂ ഔട്ട് ദ വാട്ടർ ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഫോം എനി കെമിക്കൽ ബോണ്ട് ബിറ്റ്വീൻ ദം. അല്ലെ? ഷുഗർ ആൻഡ് വാട്ടർ ഡസൻറ്റ് ഫോം എനി കെമിക്കൽ ബോണ്ട് ബിറ്റ്വീൻ ദം ആൻഡ് ദേ ആർ നോട്ട് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ. ദാറ്റ്സ് വൈ വി കാൺ കോൾ ദം ആസ് കോമ്പൗണ്ട്സ്. നമുക്കറിയാം കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ബോണ്ട് വരണം, പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യണം, അവിടെ എന്താണ് ഫിക്സ്ഡ് റേഷ്യോ ആയിരിക്കണം. അതൊന്നും അല്ല എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾ പഠിച്ച ഡെഫിനിഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ക്ലിയർ ആയോ? ആരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ദാഷ്മിത്. ഓക്കെ, സ്ലോലി പറയണം. ഓക്കെ. വെൻ ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ, ഓക്കെ, വെൻ ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ, ദ ഷുഗർ ഗെറ്റ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ വാട്ടർ. റൈറ്റ്? ഷുഗർ എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആവും വാട്ടറിൽ. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആവണേന് നമ്മൾ എന്ത് പറയും? Such solutions are what we call as homogeneous mixture. We can't consider them as compounds. എന്തുകൊണ്ട്? Because we know that in compounds, constituent elements form chemical bond between them and the elements are arranged in fixed ratio. Thus, this sugar-water combination is considered as a homogeneous mixture എന്ന് എഴുതണം. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഇത് എവിടെയെങ്കിലും എഴുതി തരണോ? ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ എഴുതി തരണം എന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. ഓക്കെ, ചാറ്റ് ബോക്സിൽ പറയണം. തേർഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. വൈ ഈസ് ബ്രാസ് കൺസിഡേർഡ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഈവൻ ദോ it contain two elements? പറഞ്ഞേ. ആൻസർ വേണം. യെസ്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ മറ്റേക്ക് ആൻസർ പറയാം. ആരോട് ചോദിക്കും? വൈ ഈസ് ബ്രാസ് കൺസിഡേർഡ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഈവൻ ദോ ഇറ്റ് അബ്ദുൾ എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഉണ്ടോ? അബ്ദുൾ ഇല്ല. ഓക്കെ. അമൂല്യ. യെസ്, അമൂല്യ. Yes, ma'am. യെസ്. ആൻസർ ചെയ്യാൻ പറ്റുമോ? തേർഡ് ക്വസ്റ്റ്യൻ. Yes, ma'am. ഓക്കെ. യെസ്. ടൈം വേണോ പ്രിപ്പയർ ചെയ്യാൻ? ഓക്കെ. യെസ്, യു ക്യാൻ ടേക്ക് 2 minutes. യെസ്. എല്ലാരും ഒന്നൊന്നാ എഴുതിയേ. ആ ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാരും അവനവന്റെ പേപ്പറിൽ ഒന്ന് എഴുതിയേ. അപ്പോഴേക്കും ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഇത്. എല്ലാരും തേർഡിന്റെ ഫോർത്തിന്റെ ഒക്കെ ആൻസർ എഴുതി തുടങ്ങാം കേട്ടോ. ഫ്രീ ആയിട്ടുള്ളവർക്കൊക്കെ തേർഡിന്റെ ഫോർത്തിന്റെ ആൻസർ എഴുതി തുടങ്ങാം. ഇതാണ് ആൻസർ. എന്താണ്? നോ, ഇറ്റ് ഡസ് നോട്ട് ഫോം കോമ്പൗണ്ട്, ഇറ്റ്സ് ഓൺലി ഫോം ഹോമോജീനിയസ് മിക്സ്ചർ. ദിസ് ഈസ് ബിക്കോസ് ഷുഗർ ആൻഡ് വാട്ടർ ഡു നോട്ട് കെമിക്കലി റിയാക്ട് ടു ഫോം എ ന്യൂ സബ്സ്റ്റൻസ് എന്നുള്ളതാണ് ഉത്തരം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ അവരെന്താണ് ഫോം ചെയ്യുന്നത്? ഷുഗർ ആൻഡ് വാട്ടർ വെൻ മിക്സ്, ഷുഗർ ടേക്സ് ദ ഇന്റർമോളിക്കുലർ സ്പേസ് ഓഫ് വാട്ടർ എന്ന് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്യാൻ. കറക്റ്റ് ആൻസർ ഞാൻ ഷോർട്ട് ആക്കി എഴുതിയിട്ടുണ്ട്.
യെസ്, ആൻസേഴ്സ് എഴുതിയവരുണ്ടോ? ബ്രാസിന്റെ നോക്കട്ടെ. Brass is a homogeneous substance because it cannot be separated into its constant by physical methods. Brass is uniform so apparently, so its composition is the same throughout. It does not have a visible boundary. കുറെ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, കുറെ പേര്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇഷ്ടം പോലെ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചേക്കാൾ കൂടുതൽ സ്റ്റുഡൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ചിലവര്, എല്ലാരും അല്ല, ചിലവര് ഫിക്സ്ഡ് റേഷ്യോ എന്ന് എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണോ ശരിയാണോ? ചിലവര് ഫിക്സ് റേഷ്യോ എന്ന് എഴുതിയിട്ടുണ്ട്, ചിലവർ ലാക്ക് എ ഫിക്സ് റേഷ്യോ എന്ന് എഴുതിയിട്ടുണ്ട്, ചിലവര് ഫിക്സ്ഡ് റേഷ്യോ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. മിക്സേഴ്സ് ഒരിക്കലും ഫിക്സ്ഡ് റേഷ്യോയിലല്ല. യെസ്, ആരാണ് ആൻസർ പറയാ? അമൂല്യ പറയാൻ പറ്റുമോ? റെഡി ആയോ? യെസ്. യെസ് അമൂല്യ പറയാം. Okay. Brass is an alloy. It is a salt solution. It is considered as a mixture because the copper and zinc atoms are physically mixed together in a uniform way without chemically bonding into a new substance. It's a homogeneous because it's a composition and the properties are uniform throughout the sample. ഓക്കെ, കോമ്പോസിഷൻ എന്തായിരിക്കും? വേരിയബിൾ ആണോ ഫിക്സ്ഡ് ആണോ? അയ്യോ, മ്യൂട്ട് ആയോ അമൂല്യ? യെസ്, കോമ്പോസിഷൻ എന്തായിരിക്കും? വേരിയബിൾ ആണോ ഫിക്സ്ഡ് ആണോ? ആരാണ് ഹാൻഡ് റൈസ്? റിഫ. യെസ്, റിഫ. യെസ് റിഫ, അൺമ്യൂട്ട് ആയോ? അയ്യോ. Yes, ma'am. യെസ്. ആൻസർ ചെയ്യാൻ പറ്റുമോ? തേർഡ് വൺ. Yes. യെസ്. Brass is a uniform mixture of copper and zinc, so its combustion is the same throughout. ഇറ്റ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ? പക്ഷെ കോമ്പോസിഷൻ ഫിക്സ്ഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പേര് കോമ്പോസിഷൻ ഫിക്സ്ഡ് എന്ന് പറയുന്നുണ്ട്. കോമ്പോസിഷൻ ഒരിക്കലും ഫിക്സ്ഡ് അല്ല കേട്ടോ. മിക്സ്ചേഴ്സില് വേരിയബിൾ കോമ്പോസിഷൻ ആണ്. ശ്രദ്ധിക്കണം. ആരൊക്കെയോ അവിടെ ചാറ്റിൽ ഞാൻ കണ്ടു ചിലര് ഫിക്സ്ഡ് റേഷ്യോ എന്ന് പറയുന്നുണ്ട്. ഫോർത്ത് വൺ ഫിക്സ്ഡ് റേഷ്യോ ആണ്. ഇൻ കേസ് ഓഫ് ബ്രാസ് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? വൈ ഈസ് ബ്രാസ് കൺസിഡർ ഹോമോജീനിയസ് മിക്സ്ചർ ഈവൻ ദോ ഇറ്റ് ഈസ് കണ്ടെയ്ൻ 2 എലമെന്റ്സ്? എന്താണ്? ഇൻ ബ്രാസ് എന്ന് പറയുന്ന ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ബിക്കോസ് എന്താണ്? ദീസ് 2 എലമെന്റ്സ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് ഈച്ച് അതർ. നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? സിമ്പിൾ, വി കാൻ സെപ്പറേറ്റ് ദം ത്രൂ സിമ്പിൾ. നിങ്ങൾ ആ പോയിന്റ്സ് ഹോമോജീനിയസ് മിക്സ്ചറിന് മാത്രം എഴുതിയാൽ മതി. വേരിയബിൾ കോമ്പോസിഷൻ ആണ്. ഒരു പോയിന്റ് എഴുതാ ഇറ്റ് ഹാസ് വേരിയബിൾ കോമ്പോസിഷൻ. രണ്ടാമത്തെ പോയിന്റ് എഴുതാ യൂണിഫോം ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? യൂണിഫോംലി ദേ ആർ മിക്സ്ഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്സ്. ഓക്കെ, പിന്നെ അതിൽ കോമ്പണൻസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. കുറെ പേര് കറക്റ്റ്. എലോയ് എന്താണെന്നാണോ? എലോയുടെ ഡെഫിനിഷൻ പഠിച്ചില്ലേ? എന്തായിരുന്നു എലോയ്? എലോയ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more metals or a metal and a non metal. അതിനെയാണ് എന്ത് പറയാ? എലോയ്. എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more metals അല്ലെങ്കിൽ or a metal and a non metal. അതിനെയാണ് എന്ത് പറയാ? എലോയ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റീൽ ആരാ പ്രസന്റ്? കാർബണും അയേണും. ഒരു നോൺ മെറ്റൽ ആണ്, ഒരു മെറ്റൽ ആണ്. അപ്പൊ ഇത് അലോയ് ആണ്. അതുപോലെ ബ്രാസ്, ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ബ്രാസില് കോപ്പറും സിങ്കും ഇത് രണ്ടും മെറ്റൽ ആണ്. അപ്പൊ മെറ്റൽ നോൺ മെറ്റൽ, മെറ്റൽ മെറ്റൽ രണ്ടിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അലോയ് എന്ന് പറയാം. അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അങ്ങനത്തോരെയാണ് നമ്മൾ അലോയ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ബ്രാസ് ഈസ് കൺസിഡർഡ് ആസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ഇറ്റ് ഈസ് എൻ അലോയ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 elements, കോപ്പർ ആൻഡ് സിങ്ക്. ഇതിലെന്താണ്? ഹിയർ ദി 2 elements ആർ uniformly distributed with each other and they don't have a visible
visible boundary to separate them. They cannot be separated by simple physical method. അതുപോലെ they have variable composition. Fixed ratio എന്ന് ഒരിക്കലും എഴുതരുത്. ഓക്കെ, തേർഡിന്റെ ആൻസറിന് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഞാൻ സ്പേസ് ഇട്ടില്ല. ഞാൻ അടുത്ത വട്ടം നിങ്ങൾക്ക് സ്പേസ് ഇടേ. ഇവിടെ ലാസ്റ്റിൽ എഴുതിയാൽ മതിയോ? പോയിന്റ് ആയിട്ട് മാത്രം എഴുതുക. നിങ്ങൾ ആദ്യം എഴുതുക ബ്രാസ് ഇസ് ആൻ അലോയ് കൺസിഡേർഡ് ആസ് ഹോമോജീനിയസ് മിക്സ്ചർ ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക ഇറ്റ് ഷോസ് properties of its constituent elements. അല്ലെ, നിങ്ങൾ ഹോമോജീനിയസ് മിക്സറിന്റെ അങ്ങോട്ട് പ്രോപ്പർട്ടീസ് എഴുതിയാൽ മതി കേട്ടോ. അത് തന്നെയാണ് ആൻസർ. ഇറ്റ് ഷോ പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് കോൺസ്റ്റന്റ് എലമെന്റ്. അതിലുള്ള എലമെന്റ്സുകളുടെ ഒക്കെ സ്വന്തം സ്വഭാവം തന്നെ അതിൽ കാണിക്കും. രണ്ടാമത് എന്താ? ഇറ്റ് ഹാസ് വേരിയബിൾ കോമ്പോസിഷൻ. എന്താണ്? ഇറ്റ് ഹാസ് വേരിയബിൾ കോമ്പോസിഷൻ. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, they are uniformly distributed making, വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, making it appear as a single face. ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാണ് സിംഗിൾ ഫേസ്. ഈ 3 പോയിന്റ്സ് എഴുതിയാൽ മതി. ആദ്യം എഴുതുക ബ്രാസ് ഈസ് കൺസിഡേർഡ് ആസ് എ ഹോമോജീനിയസ് മിക്സ്ചർ വിച്ച് ഈസ് എൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് ഈ 3 പോയിന്റ്സ് എഴുതിയാൽ മതി. ഈ 3 പോയിന്റ്സ് നമ്മൾ ഓൾറെഡി ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞ ടേബിൾ എഴുതിയതിന്റെ താഴത്തെ 3 പോയിന്റ് തന്നെയാണ്. അവരവരുടെ കോൺസ്റ്റന്റ് എലമെന്റിന്റെ പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യും, മീൻസ് അത് അവരുടെ സ്വഭാവം തന്നെ വെക്കും. പിന്നെന്താ? വേരിയബിൾ കോമ്പോസിഷൻ ആയിരിക്കും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ 3 പോയിന്റ്സ് വേണം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഞാൻ ഫോർത്തിലോട്ട് കിടക്കുകയാണ്, ഡിലേ അടുപ്പിക്കുന്നില്ല. തേർഡിന്റെ ആൻസർ വേണ്ടവര് ആ 3 പോയിന്റ്സ് നോട്ട് ചെയ്യാം, 3 പോയിന്റ്സ് എഴുതിയാൽ മതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനോ? 4 ഡിസ്കസ് ചെയ്തില്ലല്ലോ. 4 ഡിസ്കസ് ചെയ്തിട്ട് 5ക്ക് കിടക്കേ. ഓക്കെ, കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. വൈ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് കൺസിഡേർഡ് എ കോമ്പൗണ്ട് നോട്ട് എ മിക്സ്ചർ? ഞാൻ ആരോട് ചോദിക്കും നോക്കട്ടെ പേര്. ഹാരോൺ ഉണ്ടോ? ഹാരോൺ ഇല്ല. തന്മയ, ഞാൻ തപ്പുന്ന പേരുകളൊന്നും ഇല്ലല്ലോ. പിന്നെ ആരാ? യദു കൃഷ്ണനോട് ഞാൻ ഓൾറെഡി ചോദിച്ചതാ. അജിത്, യെസ് അജിത്. ആ, എന്താണ്? കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. വൈ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് കൺസിഡേർഡ് എ കോമ്പൗണ്ട് ആൻഡ് നോട്ട് എ മിക്സ്ചർ? എന്തായിരിക്കും ആൻസർ? Carbon dioxide is considered as a compound, not a mixture, because it is chemically bounded, ma'am. In mixture, it will not be chemically bounded, ma'am. കറക്റ്റ് ആണ്. യെസ് യെസ്. വേണമെങ്കിൽ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയട്ടെ, പക്ഷെ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ആൻസർ പറഞ്ഞത് കറക്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും വെച്ച് മാക്സിമം ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. എന്താണ്? കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. ഹിയർ ദി 2 കോൺസ്റ്റന്റ് എലമെന്റ്സ് ഡസൻ റീറ്റെയിൻ ദെയർ പ്രോപ്പർട്ടീസ്. അല്ലേ, അത് കോമ്പൗണ്ട് ഒരു കാര്യല്ലേ? കാർബൺ ആൻഡ് ഓക്സിജൻ ആഫ്റ്റർ ഫോമിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ഡസൻ റീറ്റെയിൻ ദെയർ പ്രോപ്പർട്ടീസ്. പിന്നെന്താണ്? എ ന്യൂ കോമ്പൗണ്ട് ഈസ് ഫോം. ദേ ആർ കെമിക്കലി ബോണ്ടഡ് വിത്ത് ഈച്ച് അതർ. അല്ലെ, ദേ ആർ ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ. ദാറ്റ്സ് വൈ വി കൺസിഡേർഡ് ദം ആസ് കോമ്പൗണ്ട് ആൻഡ് നോട്ട് എ മിക്സ്ചർ. അങ്ങനെ പറയാം. എന്തൊക്കെയാണ്? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. ഹിയർ കാർബൺ ആൻഡ് ഓക്സിജൻ ഡസൻ റീറ്റെയിൻ ദെയർ പ്രോപ്പർട്ടീസ്. പിന്നെന്താണ്? ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ. പിന്നെന്താണ്? പിന്നെ എന്താ പറയേണ്ടത്? ഹിയർ എ ന്യൂ വെൻ കാർബൺ ഓക്സിജൻ കമ്പൈൻ എ ന്യൂ കോമ്പൗണ്ട് ഈസ് ഫോംഡ് വിച്ച് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. ദസ് വി കൺസിഡേർഡ് ദം ആസ് എ കോമ്പൗണ്ട് ആറ്റ് എ മിക്സ്ചർ. ഈ സെന്റൻസ് എല്ലാം ഞാൻ പറഞ്ഞത് ഒന്നും ഡിഫറെന്റ് അല്ല. ഇതൊക്കെ നമ്മൾ കോമ്പൗണ്ടിന്റെ ഡെഫിനിഷൻ പറഞ്ഞതിൽ എഴുതിയ പോയിന്റുകൾ മാത്രമാണ്. എഴുതി തരണോ? അല്ലെങ്കിൽ നിങ്ങൾ കോമ്പൗണ്ടിന്റെ ഡെഫിനിഷൻ എഴുതിയാലും മതി. എഴുതാം. യെസ് യെസ് യെസ്. ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. എല്ലാരും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയേ, ബിക്കോസ് ഞാൻ ഇനി അതിന് ടൈം തരുന്നില്ല. നിങ്ങൾ എല്ലാരും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പേപ്പറിൽ ഇപ്പൊ തന്നെ എഴുതിയേ. ഞാൻ റാൻഡം ആയിട്ട് ചോദിക്കാം. ഏത് ക്വസ്റ്റ്യൻ ആണ്? 4ാമത്തെ. ഞാൻ കാർബൺ ഓക്സിജനെ CO എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ, ടൈം സ്പേസ് ലിമിറ്റേഷൻ ഉള്ള കാരണം. അടുത്ത വട്ടം ഞാൻ അതിന്റെ ഇടയിൽ സ്ലൈഡ്സ് ഇടാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് താഴെ എഴുതണേ.
3 പോയിന്റ്. ഞാൻ CO എന്ന് എഴുതുന്ന പോലെ എഴുതരുത്. കാർബൺ ആൻഡ് ഓക്സിജൻ combined in a fixed ratio by mass. The property of carbon dioxide are different from its constant element. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം. കോൺസ്റ്റന്റ് എലിമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് അങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. പിന്നെ എന്താണ്, ഹിയർ എ ന്യൂ കോമ്പൗണ്ട് ഈസ് ഫോംഡ്, therefore we cannot separate them by physical methods. 3 പോയിന്റ്സ്. 5ന്റെ ആൻസേഴ്സ് എല്ലാവരും എഴുതി തുടങ്ങി. എന്താണ്, why is distilled water considered a pure substance while tap water is not? ലിസ്റ്റ് നോക്കട്ടെ. ഫാത്തിന്ന് പറയാൻ പറ്റുമോ? ഉണ്ടോ നോക്കട്ടെ. ഫാത്തി. യെസ്, Fatih, yes. Ma'am, because in distilled water there will be no kind of impurities, but tap Ah. water will be having impurities like ions in it. യെസ്, അതൊന്നും എഴുതാനില്ല. കറക്റ്റ് ആണ്. യെസ്, ഫാത്തിയ പറഞ്ഞ കറക്റ്റ് ആണ്. എന്താണ്, ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ഇറ്റ് ഡസൻ കൺസിസ്റ്റ് ഓഫ് എനി. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള വെള്ളത്തിനെയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയാം. അത് കാരണം വി കൺസിഡർ ഡിസ്റ്റിൽഡ് വാട്ടർ ആസ് എ പ്യുവർ സബ്സ്റ്റൻസ് ബിക്കോസ് H2O മാത്രമേ ഉണ്ടാവുള്ളൂ. ടാപ്പ് വാട്ടറിൽ ക്ലോറിൻ ഉള്ള ഉണ്ടായിരിക്കും, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, ഇംപ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. സോ ദാറ്റ്സ് വൈ വി കനോട്ട് കൺസിഡർ ടാപ്പ് വാട്ടർ ആസ് എ പ്യുവർ സബ്സ്റ്റൻസ്. അത് എഴുതി തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ഡിസ്റ്റിൽഡ് വാട്ടർ doesn't contain any impurities, that's why we consider it as a pure substance, while tap water consists of various impurities like chlorine, other dust particles and so on. Thus we doesn't consider it as a pure substance. ഏതാണ്, ഡിഫറെന്റ് ആണോ ആൻസർ? ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലോ. യെസ്, ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ദർ ഇസ് ഓക്സിജൻ. ഇത് മുന്നത്തെ. യെസ്, റിഫയുടെ കണ്ടു, മെഹസാബിന്റെ കണ്ടു, അമ്മയ, യെസ്, വൈദേ, യെസ്, മാധവ്, വെരി ഗുഡ്. ആൽഡ്രിൻ, ശ്രീഗംഗ, ജുവൽ, മിനറൽസ് ഒക്കെ ഉള്ള കാരണം. യെസ്, 5th ആൻസർ ആണോ? 5th ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടേഴ്സിനെയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയാം. സോ അതില് വാട്ടർ മോളിക്യൂൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ദാറ്റ്സ് വൈ വി കൺസിഡർ ദം ആസ് പ്യുവർ സബ്സ്റ്റൻസ്. ബട്ട് ടാപ്പ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ടായിരിക്കാം, അത് പ്യൂരിഫൈഡ് അല്ല. വേറെ ആരെങ്കിലും ആൻസർ പറയാൻ റെഡിയാണോ? ടാപ്പ് വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ മിനറൽസ് ഉണ്ടായിരിക്കും, വാട്ടർ അല്ലാണ്ട് മിനറൽസ് ഉണ്ടായിരിക്കും, ഡസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും, ക്ലോറിൻ പ്രസന്റ്. ആരോ ഹാൻഡ് റൈസ് ചെയ്യുന്നത്? ആഷ്മി, യെസ്. Can I see the answer? യെസ്, എല്ലാരും കേൾക്കണേ, അറിയാത്തവരൊക്കെ ഒന്ന് കേൾക്കാം. യെസ്. Ma'am, distilled water is considered as a pure substance because it also consisted of entirely with molecules and it does not have any more minerals present. But in tap water, we can say that it also have dissolved minerals called like calcium, magnesium, salt, etc. യെസ്, വെരി ഗുഡ്. കറക്റ്റ് ആണ്. എല്ലാരും കേട്ടില്ലേ ആൻസർ? ഡിസ്റ്റിൽഡ് വാട്ടറിൽ H2O മോളിക്യൂൾസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ടാപ്പ് വാട്ടറിൽ അങ്ങനെയല്ല. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിലേ അടുപ്പിക്കുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വൈ ഡസ് എ കോമ്പൗണ്ട് ഓൾവേസ് ഹാവ് എ ഫിക്സ്ഡ് കോമ്പോസിഷൻ whereas a mixture does not? Why does a compound always have a fixed composition whereas a mixture does not? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് വേഗം എടുത്തിട്ട് എഴുതാം. ബുക്കിൽ എന്തെങ്കിലും എഴുതി നോക്കണമെങ്കിൽ എഴുതാം. പേര്, അപ്പോഴേക്കും എഴുതണേ, ഞാൻ പേര് നോക്കട്ടെ. ഇതില് ഒന്നുമില്ല. കോമ്പൗണ്ട് എന്താന്നുള്ള ഡെഫിനിഷനും മിക്സ്ചർ എന്താന്ന് പറഞ്ഞ ആൻസർ ആയി. ഓക്കെ, ആരുടെ പേരാ? എയ്ഡൻ എന്ന് പറയാൻ പറ്റുമോ? യദുവിന്റെ കണ്ടുട്ടോ. സെക്കൻഡ് യദുവിനെ പറയാം. എയ്ഡൻ ജോസഫ്. യെസ്. Yes, ma'am. Yes. Compound always has a fixed proportion, whereas a mixture doesn't, because when two elements get mixed at their uniform
proportion, it Hmm. turns into a compound. Meanwhile, Hmm. something that does not have a uniform format or two Hmm. or three elements are mixed together forms a mixture. ഓക്കെ, കുറച്ചും കൂടി ആക്യുറേറ്റ് ആവാണ്ട് വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നൈസ് ട്രൈ, ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവരാനുണ്ട്. യദു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. യെസ് യദു. മാം ഒരു ആ ഡൗട്ട് യെസ്. ഉണ്ട്. ആ ആ ഈ ഇതുണ്ടാവില്ലേ, എലമെന്റ് അല്ലേ ഗോൾഡ്? പ്യുവർ ഏതാ? സബ്സ്റ്റൻസിൽ എലമെന്റിന്റെ എക്സാമ്പിൾ അല്ലേ ഗോൾഡ്? അതെ. അപ്പൊ അത് ലൈക്ക് ടോട്ടലി ഗോൾഡ് ആണെങ്കിൽ അല്ലെങ്കിലേ പറ്റൂ? പ്യോർ ഗോൾഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എലമെന്റ്സിൽ അപ്പൊ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ different type ഓർണമെന്റ്സ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസ് എലമെന്റ്സിൽ വരില്ല. 18 കാരറ്റ് ഗോൾഡ് ഒക്കെ ഉണ്ടാവില്ലേ, ലൈക്ക് വേറെ മിക്സ് ആ ഉണ്ടാവും? പ്യുവർ ആയിരിക്കണം. നമ്മൾ ഈ ഓർണമെന്റ്സ് കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ മിക്സ് ആണ്. അതിനെ നമുക്ക് ഗോൾഡ് എന്ന് പറഞ്ഞ് എലമെന്റ്സിൽ ഇടാൻ പറ്റില്ല. ഓക്കെ. ഓക്കെ യെസ്. യദുവിന് ആൻസർ ചെയ്യാൻ പറ്റുമോ? യെസ് മാം. യെസ്. 6th one. Compound always have fixed composition because it's yeah. അതിന്റെ റീസൺ എന്താ? Elements are chemically combined. Yes. Elements are undergo a chemical reaction to form a new compound in a fixed ratio. അല്ലേ? Yes, yes. ഒരു whole number ratioയിലായിരിക്കും അത്. Mixture can have components in any proportion. യെസ്. അതെന്താണ്? നമ്മൾ റാൻഡംലി ബ്ലെൻഡ് ചെയ്യുന്നതാണ്. വേറെ ആരൊക്കെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്, നോക്കട്ടെ. ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ? A compound has a fixed composition because its elements are chemically combined in a definite ratio. Very good, റിഫ. എന്താണ് റിഫ? കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. A compound has a fixed composition because its elements are chemically combined in a fixed ratio, അല്ലെങ്കിൽ simple whole number ratio. In a mixture, the components can be present in any proportion. അതുപോലെ അതെന്താണ്? നമ്മൾ ജസ്റ്റ് റാൻഡംലി ബ്ലെൻഡ് ചെയ്യുന്നതാണ്. യൂണിഫോം സാധനം, യൂണിഫോം എന്ന് പറയുന്ന വേർഡ് നമ്മൾ കോമ്പൗണ്ടിൽ ഉപയോഗിക്കരുത്, അത് മിക്സേഴ്സിന് മാത്രം. യെസ് ആൽഡ്രിൻ, പറയാൻ പറ്റുമോ? യെസ് മാം. യെസ് പറഞ്ഞോളൂ. യെസ്. 6th ആണോ 7th ആണോ? 6th. ഓക്കെ. Seventh prepared, you can say 7th. Okay ma'am. The soil is considered a heterogeneous mixture because it is not uniformly arranged. യെസ്, അതെ അതെ, കറക്റ്റ് ആണ്. എന്താണ് ആൽഡ്രിൻ പറഞ്ഞിട്ടുള്ളത്? സോയിലിന്റെ ഈ 7ാമത്തെ പറഞ്ഞ സോയിൽ ഈസ് കൺസിഡേർഡ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ ബിക്കോസ് ഹിയർ ദി കോൺസ്റ്റുവൻസ് ആർ നോട്ട് യൂണിഫോം ത്രൂ ഔട്ട്. അല്ലെ? ഹിയർ ദി കോൺസ്റ്റുവൻസ് ആർ നോട്ട് യൂണിഫോം ത്രൂ ഔട്ട്. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി സെപ്പറേറ്റ് കോൺസ്റ്റുവൻസ്, എന്താ പറയാ, വിസിബിളി. യു ക്യാൻ സീ ദ പെബിൾസ് ഇൻ ദ സോയിൽ, യു ക്യാൻ സീ ദ എന്താ പറയാ decaying plants in it, and various substance you can easily find out, you can easily separate out. അത് കാരണം we can say consider soil as a heterogeneous mixture. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല. യൂണിഫോം അല്ല എന്ന് എഴുതുക, അതിനെ നമുക്ക് വിസിബിളി എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഹെട്രോജീനിയസ് മിക്സ്ചറിന്റെ പോയിന്റ് മാത്രമേ അവിടെ എഴുതുള്ളൂ. ഓക്കെ. Yes, soil is considered a heterogeneous mixture because its composition is not uniform throughout. അത്ര എഴുതാള്ളൂ. എന്താണ് ആൻസർ? എന്താ ഷോർട്ട് ആക്കി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട്. അതാണ് മെയിൻ പോയിന്റ്. ഓക്കെ. 8ാമത്തെ എല്ലാരും ഒന്ന് എഴുതിയേ, മീൻസ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. ഇതെന്താണ്? ഇതിൽ നിങ്ങൾ കോമ്പൗണ്ടിന്റെ ഡെഫിനിഷൻ എഴുതിയാൽ മതി. കോമ്പൗണ്ട്, why does compound always have a fixed composition whereas mixtures doesn't? Because in compounds the elements are chemically bonded with each other in a fixed ratio, അല്ലെങ്കിൽ ഒരു definite whole number ratio, whereas in mixture the constant elements are എന്താണ്? uniformly or randomly mixed with each other, they are not chemically bonded എന്ന് മാത്രം.
നമ്മൾ പഠിച്ച ഡെഫിനിഷനെ അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതുന്ന തന്നെ ഉള്ളൂ, അല്ലാണ്ട് അവിടെ ഒരു വ്യത്യാസമോ പുതിയ സെന്റൻസോ വരുന്നില്ല. യെസ്, ആൻസർ ഏത് ആൻസർ യു ക്യാൻ ആൻസർ ഇറ്റ്. യെസ്, ആരാണ്? യെസ് അൺമ്യൂട്ട് ചെയ്തേരെ. യെസ്, റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ. യെസ്. എന്താണ് ക്വസ്റ്റ്യൻ? വൈ ക്യാൻ ഓക്സിജൻ ബി കോൾഡ് ബോത്ത് മാറ്റർ ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്? ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. യെസ്. Oxygen is considered matter because it has mass and takes up space. It is made up of only one type of fundamental particle, atom, and cannot be separated into simpler substances. യെസ്, വെരി ഗുഡ്. ഇതിൽ എനിക്ക് ഒന്ന് റെക്ടിഫൈ ചെയ്യാല്ലേ കേട്ടോ. കറക്റ്റ് ആയിട്ടാണ് മോള് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? 8th ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്. വൈ ക്യാൻ ഓക്സിജൻ ബി കോൾഡ് ബോത്ത് എ മാറ്റർ ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്? മാറ്ററിന്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്താണ്? എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഒക്യുപ്പൈ സ്പേസ് ഇസ് വാട്ട് വി കോൾ ആസ് മാറ്റർ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് എഴുതുക, ഓക്സിജൻ ഈസ് കൺസിഡേർഡ് ആസ് മാറ്റർ ബിക്കോസ് ഇറ്റ് ഹാസ് മാസ് ആൻഡ് ഒക്യുപ്പൈസ് സ്പേസ്. ഓക്കെ, പിന്നെന്താണ്? ഓക്സിജൻ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. നമ്മുടെ ഡെഫിനിഷൻ എഴുതാം പ്യുവർ സബ്സ്റ്റൻസിന്റെ. പാർട്ടിക്കിൾ വിച്ച് കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ് ബൈ എനി എന്താ പറയാ കെമിക്കൽ മീൻസ്. അത്രേ ഉള്ളൂ. 9th വൺ ആര് ആൻസർ പറയും? 9th വൺ. എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. ചാറ്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പേര് വിളിക്കാം, റാൻഡം ആയിട്ട് വിളിക്കാം. സേറ മറിയ ഉണ്ടോ? നോക്കട്ടെ. സേറ ഇല്ല. ഓക്കെ, സേറ ഇല്ല. ജുവൽ, യെസ്, ജുവൽ എൽസ. 9th ആൻസർ പറയോ? ഇഫ് എ സാമ്പിൾ കണ്ടെയ്ൻസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം, വാട്ട് കാറ്റഗറി ഡസ് ഇറ്റ് ബിലോങ്? വൺ വേർഡ് ആൻസർ. യെസ്, എന്തായിരിക്കും? മോളെ കേട്ടില്ല. യെസ്, യു ക്യാൻ സേ. എന്തായിരിക്കും ആൻസർ? തെറ്റിയാലും ഇറ്റ്സ് ഓക്കെ. ട്രൈ ചെയ്ത് നോക്കിയേ. 9th വൺ. ഐ തിങ്ക് ജുവലിന്റെ ക്ലിയർ ആവുന്നില്ല. വേറെ ആരോടെങ്കിലും ചോദിക്കാം. വേറെ ശ്രീലക്ഷ്മി ഉണ്ടോ? ഇല്ല. ഇതൊന്നും ഞാൻ പറയുന്ന പേരുകളൊന്നും ഇല്ലല്ലോ. ആഗ്നയ, ഐ തിങ്ക് ഷീസ് ആക്റ്റീവ്. നോക്കട്ടെ. യെസ്, വൺ വേർഡ് ആൻസറാ. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തോരെ. ആലിയ, യെസ്. Ma'am, compound. കോമ്പൗണ്ട് ആണോ? വേറെ ആരോടും ചോദിക്കട്ടെ. വേറെ ആരാ? വേറെ കുറെ പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിക്കാം. ആഷ്മി. Ma'am, it must be element. യെസ്, എലമെന്റ് ആണ്. കോമ്പൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ 2 or more എലിമെന്റ്സ് ആയിരിക്കണം. ഇതിലെന്താ പറഞ്ഞേ? ഇഫ് എ സാമ്പിൾ കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം, വിച്ച് കാറ്റഗറി ഡസ് ഇറ്റ് ബിലോങ്? ഡെഫിനിഷൻ പ്രകാരം നോക്കിയേ. നിങ്ങൾക്ക്, എനിക്ക് തോന്നി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക വൺ ടൈപ്പ് ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിലും വെള്ളം മാത്രമല്ലേ പ്രസന്റ്, അപ്പൊ അത് വൺ ടൈപ്പ് ഓഫ് ആറ്റം അല്ലേ? പക്ഷെ ഇത് എലമെന്റിന്റെ ആണ്. കോമ്പൗണ്ടിൽ നമ്മൾ എന്ത് പറയും? 2 or more എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്നവരെയാണ് കോമ്പൗണ്ട്സ് എന്ന് പറയാ. എലമെന്റ്സ് ആയിരിക്കും കേട്ടോ, വൺ ടൈപ്പ് ഓഫ് ആറ്റം ഉള്ളവരെ. ഓക്കെ. ഫംഗ്ഷനോ വേറെ എന്തെങ്കിലും തിരക്കായിട്ട് ആരെങ്കിലും ലീവ് ചെയ്യണമെങ്കിൽ ക്ലാസ് ടീച്ചറെ ഒന്ന് മസ്റ്റ് ആയിട്ടും അറിയിക്കണം കേട്ടോ. ദെൻ യു ക്യാൻ ലീവ്. ഓക്കെ, യെസ്. ക്ലാസ് ടീച്ചറെ ഒന്ന് അറിയിച്ചിട്ട് ലീവ് ചെയ്തോളൂ കേട്ടോ. ക്ലാസ് ടീച്ചറോട് എന്തായാലും ഒന്ന് പറയണേ. ഇനി നെക്സ്റ്റ് 10th. വൈ ഡസ് എ കോമ്പൗണ്ട് ഹാവ് പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് എലമെന്റ്? ആർക്ക് പറയാൻ പറ്റും? ഇത് സെയിം ആണ്. ലൈക്ക് ആര് പറയും? പേര് വിളിക്കണോ ഞാൻ? നോക്കട്ടെ, എനിക്ക് ആരുടെയും പേര് പഠിഞ്ഞിട്ടില്ല, അപ്പൊ ഞാൻ ഇവിടുന്ന് ലിസ്റ്റ് നോക്കാം. പ്രിയനന്ദ ഉണ്ടോ? നോക്കട്ടെ, അങ്ങനെ ഒരു പേരുണ്ടോ എന്ന്. ഇതുവരെ പറയാത്ത ആരെങ്കിലും ഹാൻഡ്? ആരാണ്? ജാനിൻ, അങ്ങനെ തന്നെയാണോ പ്രനൗൺസ് ചെയ്യാ? മെറിയ റോഷൻ, യെസ്. Ma'am, Janine. ജനീൻ, ഓക്കെ, യെസ്. Ma'am, എന്താണ് ആൻസർ?
Compounds, because like chemical bonding, they change how atoms share or transfer the electrons with each other. Okay. This create like, so when this process, when this is taking place, it creates an entire, like a new substance with like a like a shape, new shape, structure, or like any other character, like a behavior of the atom. യെസ്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. വേറെ ആരെങ്കിലും? പ്രിയനന്ദ. യെസ്, ഞാൻ വിളിച്ച ആള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. യെസ് പ്രിയനന്ദ. എന്നെ വിളിച്ചായിരുന്നു ക്വസ്റ്റ്യൻ. വിളിച്ചായിരുന്നു. 10th വണ്ണിന്റെ ആൻസർ ഒന്ന് പറയോ? Okay, miss. A compound has properties different from its constituent element because the chemical reaction creates new substance. Example, sodium chloride. Yes, compounds. Table salt in adelle parayam. Table salt, sodium chloride. Yes. Yes. Okay. കറക്റ്റ് ആണ്. വേറെ ആരെങ്കിലും ചാറ്റിൽ ഇട്ടിട്ടുണ്ടോ ഈ ആൻസർ? യെസ്, എ കോമ്പൗണ്ട് ഹാസ് പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് എലമെന്റ്സ് ബിക്കോസ് ദി എലമെന്റ്സ് കെമിക്കലി കമ്പൈൻഡ്. അയ്യോ, ഇപ്പോഴേക്കും വേറെ ആൻസർ വന്നു. ഞാൻ ആരുടെ ഒരാളുടെ വായിക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് ആയിരുന്നു കേട്ടോ. അത് ആരാ എഴുതിയിട്ടുണ്ടായിരുന്നത്? കൃഷ്ണ. യെസ്, കമ്പൈൻഡ് ടു ഫോം എ ന്യൂ പ്രൊഡക്റ്റ് വിത്ത് ന്യൂ പ്രോപ്പർട്ടീസ്. യെസ്, അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. ആരാ എഴുതിയിട്ടുള്ളത്? കുറെ പേര്. അനയ എഴുതിയിട്ടുണ്ട്. എ കോമ്പൗണ്ട് ഹാസ് പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് എലമെന്റ്സ് ബിക്കോസ് ദി എലമെന്റ്സ് കെമിക്കലി കമ്പൈൻഡ് ടു ഫോം എ ന്യൂ സബ്സ്റ്റൻസ് വിത്ത് പ്രോപ്പർട്ടീസ്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആൻസർ ചാറ്റിൽ എഴുതുന്നുണ്ട്. എന്താണ്? Why does a compound have property different from its elements? Because എന്തുകൊണ്ടാ? Because these elements combine together or undergo chemical reaction to form a new substance whose property is different from that of its constant elements. ക്ലിയർ ആയോ? കോൺസ്റ്റന്റ് എലമെന്റ്സ് ആയിട്ട് അവരുടെ പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് വരും ബിക്കോസ് അവരൊരു കെമിക്കൽ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ആൻസർ കുറെ പേര് അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. റിഫ എഴുതിയിട്ടുണ്ട്. കോമ്പൗണ്ട് ഹാസ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ബിക്കോസ് ഇറ്റ്സ് എലമെന്റ്സ് ആർ കെമിക്കലി കമ്പൈൻഡ് ടു ഫോം എ ന്യൂ സബ്സ്റ്റൻസ്. കുറെ പേര് ആൻസർ എഴുതിയിട്ടുണ്ട്. അനോഹ. യെസ്, a compound has property different to its constant element because elements undergo a chemical reaction and form a new substance. എക്സാമ്പിൾ അടക്കം കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. അത് ആര്? അനോഹയാണ് എഴുതിയിട്ടുള്ളത്. യെസ്, അടിപൊളി. അനോഹ എക്സാമ്പിൾ എഴുതിയിട്ടുള്ളത് H2O. അതിൽ ഹൈഡ്രജൻ ഫ്ലെയിമബിൾ ഗ്യാസ് ആണ്. ഓക്സിജൻ സപ്പോർട്ട്സ് ബേണിംഗ്. അത് കാരണം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷസ് ഫയർ അല്ലെ, ഓപ്പോസിറ്റ് ക്യാരക്ടർ ആണ്. അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. യെസ് യെസ്. ഓക്കെ, ക്ലിയർ ആയോ? 9th ആൻസർ ഒന്നുമില്ല. 9th ആൻസർ എലമെന്റ് എന്ന് മാത്രമേ എഴുതണ്ടൂ, വേറെ ഒന്നുമില്ല. അത് ഏത് കാറ്റഗറിയിലാ? ഇറ്റ് ബിലോങ്സ് ടു ദി കാറ്റഗറി എലമെന്റ്സ്, അത്ര എഴുതാനുള്ളൂ. ഇതിന്റെ ഓൾറെഡി ആൻസർ ഞാൻ 2-3 വട്ടം കുറെ പേരുടെ ആൻസർ വായിച്ചു. എന്താണ്? എ കോമ്പൗണ്ട് ഹാസ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഫ്രം ഇറ്റ്സ് എലമെന്റ്സ് ബിക്കോസ് വേരിയസ് എലമെന്റ്സ് കമ്പൈൻ ടുഗെദർ അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ ടു ഫോം കോമ്പൗണ്ട്സ്. അല്ലേ? അവരവരുടെ പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്യുന്നില്ല. ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറുമ്പോൾ അവരുടെ പ്രോപ്പർട്ടി മാറുകയാണ്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തന്നിരുന്നു. വെള്ളം എങ്ങനെ ഉണ്ടാവുന്നത്? ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജനും ഓക്സിജന്റെയും നേരെ വിപരീത സ്വഭാവമാണ് വെള്ളം കാണിക്കുക. ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞാൽ തീ കത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാ. പക്ഷെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തീ കെടുത്താൻ ഉപയോഗിക്കുന്ന. അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ ആണോ? 9th ആൻസർ എലമെന്റ്സ് ആണ് കേട്ടോ. 10th എന്താണ്? A compound has different property from its constant element because these elements undergo a chemical reaction to form a entirely new chemical substance which have different atomic structures and bonding. Okay. Okay, അഗ്നയ ഞാൻ കണ്ടു കേട്ടോ. വെരി ഗുഡ്. ആൻസർ കണ്ടു. മോളുടെ തന്നെ നോക്കിയിട്ട് പറഞ്ഞു. ഞാൻ കറക്റ്റാ. ഈ ആൻസർ കുറെ പേര് അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. 10th വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടൈം കുറവാണ്, നമ്മളൊന്ന് സ്പീഡ് കൂട്ടുന്നുണ്ട്. വൈ ഈസ് സോഡ വാട്ടർ കോൾഡ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ? സിമ്പിൾ ആണ്. സോഡ വാട്ടറിനെ നമ്മൾ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ എന്തുകൊണ്ടാ പറയുന്നത്? ബിക്കോസ് ഹിയർ എന്താണ്? സോഡ അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് ഈസ് ദി സൊല്യൂട്ട് ആൻഡ് വാട്ടർ ഈസ് ദി
solvent. അതുകൊണ്ട് thus we call it as a gas in liquid solution. എന്തുകൊണ്ടാണ് why is soda water called gas in liquid solution? Because the gas, the soda is the solute and the water is the solvent in this gas. That's why we call it as a gas in liquid solution. Clear ആണോ? സൊല്യൂട്ടും സോൾവെന്റും പറഞ്ഞാൽ മതി. അതുപോലെ why is tincture of iodine considered a solution? എന്തുകൊണ്ടാണ് tincture of iodine നമ്മൾ സൊല്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ബിക്കോസ് എന്താണ് അത് ആർക്കാ പറയാൻ പറ്റുക? സെയിം ആണ്. ഹാൻഡ് റൈസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? യദു, യെസ് യദു. മാം ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ ഹാൻഡ് റൈസ് ചെയ്തത്. യെസ് യെസ് യെസ്. ഈ ഗ്യാസ് ഇതുണ്ടാവൂലേ? ഗ്യാസ് യെസ്. അപ്പൊ അതില് മെയിൻ ആയിട്ട് അല്ല സോറി ഗ്യാസ് ഇൻ ലിക്വിഡ് ഉണ്ടാവൂലേ? ഉണ്ട്. അതില് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടാവൂലേ? ഉണ്ടാവും. അത് നമ്മൾ വെള്ളത്തില് ഹൈ പ്രഷറിൽ ഡിസോൾവ് ചെയ്യുന്നതല്ലേ ഗ്യാസിനെ? അപ്പൊ അതിൽ നമ്മള് എന്താ നമ്മള് ഡിഫൈൻ ചെയ്യേണ്ട അതിനെ? കാർബണേറ്റഡ് ഡ്രിങ്ക്സിന്റെ എക്സാമ്പിൾ തരികയാണെങ്കിൽ എയറേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ഗ്യാസ് ഇൻ ലിക്വിഡിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതിന്റെ ഗ്യാസ് ഇൻ ലിക്വിഡിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞല്ലോ. ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷന്റെ ഡെഫിനിഷൻ ആയിട്ടില്ല. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുകയാണെങ്കിൽ ഗ്യാസ് വിൽ ബി ദി സൊല്യൂട്ട് ആൻഡ് ലിക്വിഡ് വിൽ ബി ദി സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവെന്റ്. അത്രേ ഉള്ളൂ. സൊല്യൂട്ട് ഏതാണ് സോൾവെന്റ് ഏതാണെന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ. ടിങ്ചർ ഓഫ് അയഡിൻ പറയാൻ പറ്റുമോ യദൂന അല്ലെങ്കിൽ എനിവൺ? ടിങ്ചർ ഓഫ് അയഡിൻ ഒരു സൊല്യൂഷൻ ആണ്. അതിൽ അയഡിൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ എന്ന് പറയുന്ന ഇതില് ടിങ്ചർ ഓഫ് അയഡിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹിയർ വി കൺസിഡർ ഇറ്റ് ആസ് എ സൊല്യൂഷൻ ബിക്കോസ് ഇവിടെ അയഡിൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണ്, ആൽക്കഹോൾ ആയിരിക്കും എന്ത്? സോൾവെന്റ്. ദാറ്റ്സ് വൈ വി കൺസിഡർ ഇറ്റ് ആസ് എ സൊല്യൂഷൻ ബിക്കോസ് ഇൻ ടിങ്ചർ ഓഫ് അയഡിൻ a solute is dissolved in a solvent, thus we consider it as a solution. Here iodine is the solute and alcohol is the solvent. അത്രേ പറയാനുള്ളൂ. ഈ why can mixture usually be separated physically while compounds cannot? ആര് പറയും? സിമ്പിൾ അല്ലേ? why can mixtures usually be separated physically? അതെന്തുകൊണ്ടാ? because mixtures are not chemically bonded. അവര് വേരിയബിൾ പ്രൊപ്പോർഷനിൽ they are just randomly mixed with each other. So we can easily separate them by physical methods. But in case of compounds, they are chemically bonded. So if we have to separate the elements, we need to use any chemical methods to separate them. അത് സിമ്പിൾ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് വെള്ളം തന്നു, വെള്ളത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഹൈഡ്രജനെ ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്യാൻ എടുത്ത് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല. അതിന് നിങ്ങൾക്ക് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. മിക്സർ അങ്ങനെയല്ല. നിങ്ങൾ കഴിക്കുന്ന മിക്സർ അല്ലെങ്കിൽ മിക്സർ തന്നെ എടുത്താൽ മതി, അതിന് കടലൊക്കെ നിങ്ങൾക്ക് പറക്കിയെടുക്കാം അല്ലെ? ബിക്കോസ് അതെന്താ? കെമിക്കലി ബോണ്ടഡ് അല്ല. അതാണ് ഉത്തരം, വേറെ ഒന്നുമില്ല. 14th one എന്താണ്? A student say all homogeneous mixtures are pure substance. ആണോ? എല്ലാ ഹോമോജീനിയസ് മിക്സ്ചേഴ്സും പ്യുവർ സബ്സ്റ്റൻസ് ആണോ? ക്ലാസ് ഇപ്പൊ തീരും. വിത്തിൻ 2-3 minutes നമ്മുടെ ക്ലാസ് തീരും. ആരാ ആൻസർ ഇട്ടത്? ആരോട് എസ് എന്നിട്ടുണ്ട്? എസ് ആണോ? അല്ല, നോ ആണ്. തെറ്റാണ്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് പ്യുവർ സബ്സ്റ്റൻസ് അല്ല. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിഫോം കോമ്പോസിഷനിലുള്ളവരാണ്. ബട്ട് ഇതാരാ ആൻസർ ചെയ്തിട്ടുണ്ട്? ബട്ട് കണ്ടെയ്ൻ 2 or more substance, therefore they are mixtures not pure. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എലമെന്റ്സും കോമ്പൗണ്ട്സും മാത്രമേ വരുള്ളൂ. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് എലമെന്റ്സുകളെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ചില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ അറിയണം എന്നുള്ളത്. ഹോമോജീനിയസ് മിക്സ്ചറിന് ഇങ്ങനെ ഒരു സെന്റൻസ് വന്നാൽ നിങ്ങൾക്ക് എലമെന്റും കോമ്പൗണ്ടിനെ കുറിച്ച് അറിയണം. അവരാണ് പ്യുവർ സബ്സ്റ്റൻസിന്റെ കീഴില്, മിക്സ്ചേഴ്സ് അല്ല. ഒന്ന് ചാർട്ട് ഒന്ന് ആലോചിച്ചേ. ഇത് തെറ്റാണ്. ദിസ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് വി നോ ദാറ്റ് homogeneous mixtures are those in which the constant elements are uniformly mixed with each other. Okay, ഒരിക്കലും പ്യുവർ അല്ല. അവിടെ വേരിയസ് കോൺസ്റ്റന്റ്സ് യൂണിഫോംലി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്യുവർ കോമ്പണൻസിൽ ഒരു ടൈപ്പ് ഓഫ് എലമെന്റ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ എലമെന്റ്സ് ഡിഫറെന്റ് ഉണ്ടെങ്കിൽ തന്നെ ദേ വിൽ ബി കെമിക്കലി ബോണ്ടഡ്. മനസ്സിലായോ? നമ്മൾ ലാസ്റ്റ് 15th ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞ് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. Why is uniform appearance alone not sufficient to classify a substance as pure? ആർക്ക് പറയാൻ പറ്റും? ഇപ്പൊ ഒരു ലിക്വിഡ് കണ്ടാ അതിങ്ങനെ
കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ വെള്ളത്തില് ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലർക്ക്, അതിന് വേണ്ടി പറയാണ്. നിങ്ങൾ വെള്ളത്തിൽ ഉപ്പിട്ടു, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പൊ നോക്കുമ്പോ ഉപ്പ് നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞ് യൂണിഫോം ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പ്യുവർ എന്ന് പറയുന്നില്ല? അതാണ് ക്വസ്റ്റ്യൻ. യൂണിഫോം ആയിട്ട് വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് അല്ലെങ്കിൽ ഉപ്പിട്ട് കലക്കി കഴിഞ്ഞാൽ അത് നല്ല കൃത്യമായിട്ട് അതിൽ ഡിസോൾവ് ആവും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അവരെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നില്ല? അതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തതാണേ. ആരോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. യെസ് ഫാത്തിവ്, പറയാൻ പറ്റോ? Ma'am, because there are more than one substance in that liquid. ആ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്. വേറെ ആരാ ഹാൻഡ്? ആഷ്മി. യെസ്. Because it is a kind of matter and cannot be separated into other kind of matter. That's why. ഓക്കെ. യെസ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. വേറെ ആരൊക്കെയോ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഒരു മിനിറ്റ്. യെസ്, നമ്മള് യൂണിഫോം അപ്പിയറൻസിലുള്ളവരെ വി ഡസൻ കൺസിഡർ യൂണിഫോം അപ്പിയറൻസ് ആസ് പ്യുവർ സബ്സ്റ്റൻസ് ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 or more constituents which are mixed with each other. പ്യുവർ സബ്സ്റ്റൻസിൽ എന്തേ പാടുള്ളൂ? ഒരൊറ്റ ടൈപ്പ് ഓഫ് ആള് മാത്രമേ പാടുള്ളൂ. അത് കാരണം നമ്മൾ ഒരിക്കലും അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല? പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എലിമെന്റ്, കോമ്പൗണ്ട്, മിക്സ്ചറിന്റെ ഡെഫിനേഷൻ അറിയാം. ആരാ ഇത് എഴുതിയിട്ടെ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചേ. ആരാ അത്? അമൂല്യ എഴുതിയിട്ടുള്ളതാണ്. എ യൂണിഫോം അപ്പിയറൻസ് സിംപ്ലി മീൻസ് എ സബ്സ്റ്റൻസ് ഇസ് ഹോമോജീനിയസ്. മെനി മിക്സ്ചേഴ്സ് സച്ച് ആസ് alloy solution appears uniform to be naked eyes, but actually consists of multiple distinct subjects. True purity is determined by whether the chemical composition is fixed and cannot be separated physically. അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. നിവേദ്യ. യെസ്. 15th ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതാണ് അമൂല്യ അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ ഉപ്പിട്ട് മിക്സ് ചെയ്താൽ നല്ല കറക്റ്റ് ആയിട്ട് മിക്സ് ആയി കിടക്കും. എന്തുകൊണ്ട് അവരെ പ്യുവർ എന്ന് പറയുന്നില്ല? പ്യുവർ എന്ന് പറയാത്ത കാര്യം അത് മിക്സ്ചർ ആണ്. യൂണിഫോം അപ്പിയറൻസ് പറഞ്ഞാൽ പല കോമ്പോണന്റുകളെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പ്യുവർ മിക്സ്ചേഴ്സ്. മീൻസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതില് എലമെന്റ്സുകൾ ഫിക്സ്ഡ് റേഷ്യോയിലായിരിക്കണം, അല്ലെങ്കിൽ അവര് പ്യുവറസ്റ്റ് ഫോമിലായിരിക്കണം, ഒറ്റ എലമെന്റ് മാത്രമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഉള്ളവര് തന്നെ എന്തായിരിക്കണം? ഫിക്സ്ഡ് റേഷ്യോയിലായിട്ടുള്ളവരായിരിക്കണം. അല്ലാത്തവരെയൊന്നും നമ്മൾ എന്ത് പറയില്ല? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയില്ല, മിക്സ്ചേഴ്സ് എന്നേ പറയുള്ളൂ. അതുകൊണ്ടാണ്. ക്ലിയർ ആയോ? വേറെ ആരെങ്കിലും ആൻസർ ചെയ്തിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ടില്ലേ. ഏറ്റവും അടിപൊളിയായിട്ട് അമൂല്യാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. യൂണിഫോം അപ്പിയറൻസ് ഉള്ളവരെയൊക്കെ നമ്മൾ ഹോമോജീനിയസ് എന്നാ പറയാം. ബിക്കോസ് ഹോമോജീനിയസ് മിക്സ്ചറിൽ നമുക്ക് നോക്കുമ്പോൾ ക്ലിയർ ആണ്, പക്ഷെ അതില് ഒരുപാട് എലമെന്റ്സുകൾ പ്രസന്റ് ആണ്, മിക്സ് ആയി കിടക്കുന്നുണ്ട്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറെ എലമെന്റ്സ് പാടില്ല. അതില് കെമിക്കൽ കോമ്പോസിഷൻ ഫിക്സ് ആയിരിക്കണം. ഒരു വിധത്തിലും നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെവരെയാണ്, ഫിസിക്കൽ മീൻസിലൊന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കണം പ്യുവർ സബ്സ്റ്റൻസസ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വരുന്ന ക്ലാസ്സസിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡേ 1 കഴിഞ്ഞു. നമ്മുടെ കോൺസെപ്റ്റ് ആൻഡ് വർക്ക്ഔട്ട് സെഷൻ കംപ്ലീറ്റ് ആയി. ഡേ 2 ഇതല്ല ഇനി പഠിക്കുക, പുതിയ കാര്യങ്ങളായിരിക്കും പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി ഡേ 2 എല്ലാവരും കറക്റ്റ് ആയിട്ട് ടൈമിൽ ജോയിൻ ചെയ്യുക, വിട്ടുപോകാണ്ടിരിക്കുക. ഇതുപോലെ അടുത്ത ക്ലാസ്സിൽ കോൺസെപ്റ്റ് ദെൻ വർക്ക്ഔട്ട്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു വരില്ലേ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? അടുത്ത ക്ലാസ്സിൽ എല്ലാവരും വരില്ലേ? താങ്ക് യു. അപ്പൊ എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടിരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്. യെസ്, ലീവ് ചെയ്യാം കേട്ടോ. യെസ്, താങ്ക് യു.